ഇവിടെ ഈ കടന്നു വരുന്ന വഴിയിൽ യമുനാ നദിയിലെ ജലം ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. മറുകരയ്ക്ക് പോകണം. ആ മറുകരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് വസുദേവര് ആ യമുനയിലേക്ക് ഇറങ്ങി മുന്നോട്ട് നടക്കും തോറും യമുനാ നദിയിലെ ജലം ഉയർന്നു വരാൻ തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത്. യമുനാ നദിയിലെ ജലം ഇങ്ങനെ ഉയർന്ന് വസുദേവർക്ക് തന്നെ സംശയം തോന്നി, ഈ യമുനയുടെ ജലത്തിൽ താൻ ഉൾപ്പെടെ മുങ്ങിപ്പോകുമോ എന്നൊരു സംശയം വസുദേവർക്ക് തോന്നി. വസുദേവർക്ക് ഇത്തരം ഒരു ആശങ്ക ഉണ്ടായ സമയത്ത് തന്നെ ഉയർന്നു പൊങ്ങുന്ന യമുനയുടെ വികാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ തൻ്റെ കാൽപാദം ആ കൂടയിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് ഒന്ന് നീട്ടിക്കൊടുത്തു. എന്തുകൊണ്ടാണ് ഇവിടെ യമുന ഉയർന്നു പൊങ്ങി ഇത്തരത്തിൽ വന്നതെന്ന് ചോദിച്ചാൽ, ഈ യമുനാ നദി ഭഗവാന്റെ വരവ് പ്രതീക്ഷിച്ച് ഭൂമിയിലേക്ക് എത്തപ്പെട്ട് ആനന്ദത്തോടുകൂടി ഭഗവാനെ കാത്തു കിടക്കുന്ന ഒരു തപസ്വിനിക്ക് തുല്യമാണ്. തപസ്വിനി എന്ന് പറയുമ്പോൾ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുവളെ പോലെ, മനസ്സിലായില്ലേ? തപസ് ചെയ്യുന്നവർക്ക് എന്താ ലക്ഷ്യമാണ് അവർക്ക് പ്രധാനം, അല്ലേ? അത് നേടുന്നത് വരെ അവര് അതിനുവേണ്ടി നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതാണ് തപസ്സിന്റെ പ്രത്യേകത. അതുപോലെ ഈ യമുനാ നദി ഒരു തപസ്വിനിയെ പോലെ ഭഗവാനെ പ്രതീക്ഷിച്ച് കിടക്കുകയാണ്. ഇവിടെ ഭഗവാൻ കൃഷ്ണാവതാരം എടുത്ത് പോകുന്ന വേളയിൽ അതിനെക്കുറിച്ചുള്ള വിളംബരമൊക്കെ നടത്തിയ സമയത്ത് യമുനാ നദി ഭഗവാനെ കണ്ടു. ഭഗവാനോട് ആ കാര്യം അഭ്യർത്ഥിച്ചു, പ്രാർത്ഥിച്ചു. ഭഗവാനെ, ഗംഗയും യമുനയും ഞങ്ങൾ രണ്ടുപേരും സ്വർഗസ്ഥ നദികളാണ്. രണ്ടുപേരും പുണ്യനദികളായി ആകാശത്ത് സ്വർഗത്തിലൂടെ പ്രവഹിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതില് ഈ ഗംഗയെ ഭഗീരഥൻ സാഗരപുത്രന്മാർക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടി തപസ് ചെയ്ത് ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു. അത് നമ്മൾ ആ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ശിവന്റെ ജടയിലേക്ക് വന്നു, അല്ലെ? ശിവൻ അതിനെ ബന്ധിച്ചു, പിന്നെ ശിവനെ പ്രാർത്ഥിച്ചു, ശിവന്റെ ജടയിൽ നിന്ന് പുറത്തു വന്നു. അത് പിന്നെ ജാഗ്നു എന്ന് പറയുന്ന മഹർഷി അതിനെ കുടിച്ചു പറ്റിച്ചു എന്ന് പറഞ്ഞ് പിന്നെ അദ്ദേഹത്തെ പ്രാർത്ഥിച്ചു, അത് പുറത്തേക്ക് വന്നു. ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഭഗീരഥൻ എന്ത് ചെയ്തു? ഗംഗാ നദിയെ ഭൂമിയിലേക്ക് എത്തിച്ചു. അങ്ങനെ ഭൂമിയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഭൂമിയെ അനുഗ്രഹിച്ചുകൊണ്ട് സാക്ഷാൽ ഗംഗാദേവി ഭൂമിയിൽ വസിച്ചു തുടങ്ങി. അപ്പോൾ യമുനയ്ക്കും ഒരാഗ്രഹം, തനിക്കും ഇത്തരത്തിലേക്ക് ഈ ഭൂലോക കാഴ്ചകളിലേക്ക് പോകണം. അതിനുവേണ്ടി ഭഗവാനെ ചെന്ന് കൈകൂപ്പിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, കൃഷ്ണാവതാര വേളയിൽ ആ കൃഷ്ണാവതാരത്തിന്റെ സായുജ്യം നേടാൻ നിനക്ക് സാധിക്കും എന്ന് അനുഗ്രഹിച്ചു. അതിന് പ്രകാരം ഭൂമിയിലേക്ക് എത്തപ്പെട്ടതാണ് യമുന എന്നൊരു സങ്കല്പം ഉണ്ട്. ആ യമുനാ നദി അന്ന് തൊട്ട് ഭഗവാനെ പ്രതീക്ഷിച്ച് കിടക്കുകയാണ്. ആ പ്രതീക്ഷിച്ച് വന്നു നിൽക്കുന്ന യമുനാ നദിയിലേക്കിലൂടെയാണ് ആര് പോകുന്നത്? വസുദേവര് ഭഗവാനെയും കൊണ്ട് പോകുന്നത്. അപ്പൊ ഈ താൻ പ്രതീക്ഷിച്ച ആ ഭഗവാൻ തന്നെയാണോ ഈ കൂടയ്ക്കുള്ളിൽ എന്നറിയാനാണ് ആര് ഉയർന്നു പോകുന്നത്? യമുനാ നദി ആ ഭഗവാനെ ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉയർന്നു പോകുന്നത്. അപ്പൊ ഈ ഉയർന്നു പോകുന്നതിന്റെ അപകടം മറ്റൊരർത്ഥത്തിൽ തൻ്റെ പിതാവിനെ വെള്ളത്തിലേക്ക് ആഴ്ത്തും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭഗവാൻ തൻ്റെ പാദം പുറത്തേക്ക് നീട്ടിക്കൊടുത്തു. യമുനയിൽ നിന്ന് ഉയർന്നു തെറിച്ച ഒരു ജലത്തുള്ളി നേരെ വന്ന് ഭഗവാന്റെ പാദത്തിൽ തട്ടി തിരിച്ച് യമുനയിലേക്ക് പതിച്ചപ്പോൾ യമുനയ്ക്ക് മനസ്സിലായി താൻ പ്രതീക്ഷിച്ച ഭഗവാൻ തന്നെയാണ്. കാരണം ആ ഭഗവാന്റെ പാദത്തിലൂടെ ഒഴുകുന്ന നദിയാണ് യമുന. അതുകൊണ്ട് ആ യമുനാ നദി വളരെ വേഗത്തിൽ എന്ത് ചെയ്തു? അത് താഴേക്ക് ജലം താഴ്ന്ന് ആ ഭഗവാനെ ചമയവിളക്ക് ഏന്തിക്കൊണ്ട് കാലം ഏന്തിക്കൊണ്ട് വരവേൽക്കാൻ രണ്ട് ഭാഗത്തായി ആൾക്കാർ മാറുന്നത് പോലെ യമുന ഇരുഭാഗത്തേക്കും ജലവിധാനം ഒഴിഞ്ഞ് ഭഗവാന് മുന്നോട്ട് പോകാനുള്ള വഴിയൊരുക്കി കാത്തിടണം. അങ്ങനെ യമുനാ നദി കടന്ന് നേരെ യശോദയുടെ ഗൃഹത്തിലെത്തി. യശോദയുടെ ഗൃഹത്തിൽ പ്രസവ സമയത്തോടു കൂടി തന്നെ അവിടെ ഉറക്കത്തിലേക്ക് ഗാഠമായ അബോധാവസ്ഥയിലേക്ക് ആര് പോയി? യശോദ പോയി. അതുകൊണ്ട് തന്നെ മായാദേവിയുടെ വരവോടുകൂടി തന്നെ അമ്പാടിയിലുള്ള എല്ലാവരും നല്ല ഉറക്കത്തിലും ആയതുകൊണ്ട് യശോദയ്ക്ക് കുഞ്ഞു പിറന്നത് ആണാണോ പെണ്ണാണോ എന്നൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ഇത്തരം ഒരു അവസ്ഥയിലാണ് ഭഗവാനെയും കൊണ്ട് അവിടെ വസുദേവർ എത്തുന്നത്. വസുദേവര് നേരെ അവിടെ എത്തി യശോദയുടെ അടുത്ത് കിടന്ന കുഞ്ഞിനെ എടുത്ത് തൻ്റെ കരങ്ങളിലേക്ക് വെക്കുകയും പകരം തൻ്റെ പുത്രനെ അവിടേക്ക് കിടത്തുകയും ചെയ്തു. അതിനുശേഷം നേരെ ആ പെൺകുഞ്ഞിനെയും കൊണ്ട്, അവിടെ യശോദയ്ക്ക് ഒരു പെൺകുഞ്ഞാണ്, ആ പെൺകുഞ്ഞിനെയും കൊണ്ട് എവിടേക്ക് എത്തി? നേരെ മധുരയിലേക്ക് തിരികെ എത്തി. മധുരയിലേക്ക് എത്തുന്ന വേളയിൽ ഇവിടെ കംസന്റെ കാരാഗൃഹത്തിനുള്ളിൽ പ്രവേശിച്ചു. കാരാഗൃഹത്തിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ പഴയതുപോലെ തന്നെ എല്ലാ കൂട്ടുകളും താഴുകളും വിലങ്ങുകളും ഒക്കെ കൃത്യമായി വീണു. ഈ സമയത്ത് ഈ കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ട്
ഉറക്കത്തിൽ നിന്ന് ഉണരുന്നവരെ പോലെ, അതുവരെയും മയക്കത്തിൽ ആണ്ട് കിടന്നവരൊക്കെ ഞെട്ടി ഉണർന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നവരെ പോലെ ചാടി എഴുന്നേറ്റു. എന്താ കാരണം? കംസൻ ഇവിടെ കാവലേൽപ്പിച്ചിരിക്കുന്ന ഈ കുഞ്ഞ് പിറന്നാൽ ഉടനെ തന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ചാടി എഴുന്നേറ്റിട്ട് ഇവര് വളരെ വേഗത്തിൽ കംസന്റെ അടുത്തേക്ക് ഓടി. കംസന്റെ അടുത്തേക്ക് ഇരുന്ന് കാര്യം പറയുന്ന സമയത്ത് തന്നെ കംസൻ യാതൊരു സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരാളൊരു ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റാൽ അത്യാവശ്യം പുറത്തിറങ്ങുന്നതിന് നമുക്കൊന്നും ഇല്ലേ, ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് വൃത്തിയായിട്ട് കഴുകി. കംസൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. കാരണം മരണഭയം. കംസനെ അഴിച്ചിട്ട ആ ജടാഭാര മുടി മൗളങ്ങളൊക്കെ ഇട്ടുകൊണ്ട് കംസൻ വളരെ വേഗത്തിൽ ഓടി എവിടേക്ക് എത്തി? നേരെ ഈ കാരാഗൃഹത്തിലേക്ക്. സാധാരണ ഇതുവരെയുള്ള ഈ 6 കുഞ്ഞുങ്ങളെയും കംസന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ടുള്ളത് വസുദേവരാണ്. ഇവിടെ 8ാമതായി വന്ന ഈ കുഞ്ഞിനെ കംസന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാനുള്ള സമയം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ എടുത്തു കൊടുക്കുന്നത് ഇവിടെ ദേവകിയാണ്. മനസ്സിലായി? ബാക്കി എല്ലാ കുഞ്ഞുങ്ങളെയും കൊടുത്തത് പിതാവാണെങ്കിൽ ഇവിടെ ഈ കുഞ്ഞിനെ എടുത്തു കൊടുക്കുന്നത് ദേവകിയാണ്. ഇവിടെ അത് ഒരു പ്രത്യേകമായ ഒരു ഭാഗം എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കണം. ഇവിടെ ദേവകിയോടല്ലേ കംസൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, അതോ വസുദേവരോടാണ്? ദേവകിയോടാണ്. കാരണം എന്താ? സഹോദരി എന്ന ഭാവത്തിലുള്ള ഇഷ്ടം ദേവകിയോടാണ്. ദേവകിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് വസുദേവരെ കൊണ്ട് കല്യാണം പോലും കഴിപ്പിച്ചത്. ആ ഇഷ്ടം കൊണ്ടാണ് സാധാരണ രാജാവെന്ന സ്ഥാനത്ത് നിന്ന് ഇറങ്ങി കുതിര ഓട്ടിക്കാൻ വരെ തയ്യാറായത്. അതുകൊണ്ട് ആ സ്നേഹത്തിന്റെ കണിക കംസനിൽ തിരിച്ചു വന്നിരുന്നു എങ്കിൽ, മനസ്സിലായില്ലേ, ദേവകിയുടെ ദുഃഖം ആരുടെ ദുഃഖമായി മാറും? കംസന്റെ ദുഃഖമായി മാറും. ഇവിടെ ദുർജനങ്ങൾ ഒരിക്കൽ പോലും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ മനസ്സറിയാതെ ഇല്ല. മനസ്സിലായി? മനസ്സ് മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ മനസ്സറിയുന്നത് എങ്ങനെയുള്ളവരാ? സജ്ജനങ്ങളാണ്. ദുർജനങ്ങള് മറ്റുള്ളവരെ ദുഃഖം കണ്ടാൽ മനസ്സലിയില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അത് ആനന്ദിക്കുക കൂടി ചെയ്യും. കംസൻ ആ ഒരു ഭാവത്തിലാണ് നിൽക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, സ്വന്തം സുരക്ഷിതത്വം അപകടത്തിലാകുമെന്ന് കണ്ടാൽ ആരെ വേണമെങ്കിലും കൈയൊഴിയാൻ, അല്ലേ? മനസ്സിലായില്ലേ? ദുർജനങ്ങള് തയ്യാറാണ്. നമ്മളെല്ലാവരെയും ഒപ്പം നിൽക്കുകയും കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുന്ന എപ്പോഴാണ്? നമ്മുടെ സുരക്ഷിതത്വം ഓർത്തിട്ടാണ്. നമ്മുടെ നിലനിൽപ്പ് നോക്കിയിട്ടല്ലേ നമ്മൾ മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കുന്നത്, അല്ലേ? അല്ലാത്ത സ്നേഹം നമുക്ക് ഇന്ന് വരെ ആരോടെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? ചിന്തിച്ചു നോക്കിയത്. നമ്മളീ പറയുന്ന പുത്രമിത്ര കളത്രങ്ങളെ എല്ലാം സ്നേഹിക്കുന്നത് സ്വന്തം നിലനിൽപ്പ് നോക്കിയിട്ടാണ്. സ്വന്തം നിലനിൽപ്പിന് ദോഷകരമെന്ന് കണ്ടാൽ സ്നേഹനദിയായ ഭർത്താവിനെയും മക്കളെ വരെ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാവും. ഇത് യാഥാർത്ഥ്യമാണ്, അല്ലെന്ന് പറയാൻ പറ്റുമോ? മനസ്സില്ലെങ്കിൽ പോലും. കാരണം അവനവന്റെ നിലനിൽപ്പിലാണ് നമ്മളെല്ലാവരും ബാക്കിയെല്ലാം ചേർത്ത് പിടിക്കുന്നത്, ഈശ്വരനെ ഒഴിച്ചു ബാക്കിയെല്ലാം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പരമമായ പ്രേമം, സ്നേഹം ഉണ്ടാകുന്നത് ആകെ ഒന്നിനോട് മാത്രമേ ഉള്ളൂ. പകരം വെക്കാൻ പറ്റാത്ത സ്നേഹം ആരോടാണ്? ഈശ്വരനോട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഉപാധികൾ വെച്ചിട്ടാണ്, നമ്മുടെ നിലനിൽപ്പിനെ നോക്കിയിട്ടാണ്. ഭക്തി എന്നത് വളരെ കൃത്യമായി പറഞ്ഞാൽ, നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ഭക്തി എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ഉത്തരം? ഇവിടൊക്കെ ഭക്തന്മാരാണല്ലോ, അല്ലേ? ആണോ? അല്ലേ? ആണോ? ആണ്. അപ്പൊ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? ഭക്തി എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? ഇവിടെയാണ് നമ്മളൊക്കെ ഈ അന്ധൻ ആനയെ കണ്ടണക്കായി പോകുന്നത്. അങ്ങനെ ഒരു കഥയുണ്ട്, ഈ അന്ധൻ ആനയെ കണ്ടെന്ന് പറഞ്ഞൊരു കഥയില്ല, കേട്ടിട്ടുണ്ടോ? അന്ധൻ എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ചയില്ലാത്തവനാണ്, അല്ലേ? കാഴ്ചയില്ലാത്ത ഒരാളിനെ ആനയെ കാണിക്കാൻ ഒരാൾ വിളിച്ചോണ്ട് പോയി. അങ്ങനെ വിളിച്ചോണ്ട് പോയിട്ട് ഇയാൾ ആനയെടുത്ത് കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞിട്ടേ ആനയെ കണ്ടോളാൻ പറഞ്ഞു. അന്ധൻ ചോദിച്ചു, ഞാനെങ്ങനെ കാണാൻ? ഇന്ന് വരെ ഞാൻ ഒന്നിനെയും കണ്ടിട്ടില്ല. ആകെ ചില രൂപങ്ങളൊക്കെ എല്ലാം മനസ്സിൽ അറിയുന്നത് തൊട്ട് നോക്കിയിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇയാൾ പറഞ്ഞു, അങ്ങനെയാണോ? ശരി, എന്നാ വാന്ന് പറഞ്ഞ് നേരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? ആനയുടെ കാലിനെടുത്ത് വെച്ചു. എന്നിട്ട് ചോദിച്ചു, ആന എങ്ങനെയുണ്ട്? അന്താ പറഞ്ഞു, കൊള്ളാം, നല്ല തൂണ് പോലെയുണ്ട്. കാരണം എന്താ? തൂണിൽ തൊട്ടിട്ടുണ്ട്, അതുകൊണ്ട് തൂണ് പോലെയുണ്ട്. അത് കഴിഞ്ഞപ്പോ നേരെ കൊണ്ടുപോയിട്ട് കൊമ്പിൽ തൊഴിച്ചു.
എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ആ കൂർത്ത 2 കമ്പ് പോലെ ഇരിക്കുന്നു, ശിഖരം പോലെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് നേരെ കൊണ്ടു വാലിത്തു. എന്നിട്ട് ചോദിച്ചു ആന എങ്ങനെയുണ്ട്? ആ നല്ല ചൂല് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായി, അടിയിൽ രോമമൊക്കെ ഉള്ളത് ഇങ്ങനെ പറഞ്ഞു. യഥാർത്ഥത്തിൽ അന്ധന് പൂർണ്ണമായിട്ട് ആനയെ കാണാൻ പറ്റാത്തത് കൊണ്ട് കാഴ്ചയുള്ളവൻ കാണുന്നത് പോലെ അന്ധൻ ആനയെക്കുറിച്ച് പറയാൻ പറ്റുമോ? ഇതുപോലെയായി പോകുമ്പോൾ നമ്മുടെ അവസ്ഥ. ഭക്തി എന്താണെന്ന് ചോദിച്ചപ്പോൾ ചിലർ പറയും അമ്പലത്തിൽ പോകും, ചിലർ പറയും മാല കെട്ടി കൊടുക്കും, ചിലർ പറയും നാമം ചെല്ലും, ചിലർ പറയും വിളക്ക് കത്തിക്കും. അല്ലേ? ഭക്തി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഭക്തി? നമ്മൾ വീട്ടിലെ കുട്ടികളോടൊക്കെ പറഞ്ഞില്ലേ ഭക്തി വേണമെന്ന് പറയത്തില്ല മനുഷ്യരായി. വേണമെന്ന് പറയും. അപ്പൊ അവർ തിരിച്ചു നോക്കി എന്തോ ഈ ഭക്തി എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? അത് ഞാൻ പറയുന്നത് ഞാൻ അനുസരിച്ചാണ്, തിരിച്ച് ഇങ്ങോട്ട് മറുപടി പറയണമെന്ന് പറയുന്നത്. എന്താ ഉത്തരം എന്തായിരിക്കും? നമ്മളൊരു ഭക്തരല്ലേ? വളരെ കൃത്യമായ നിർവചനം നമ്മുടെ പൂർവികന്മാർ ആചാര്യന്മാർ നൽകിയിട്ടുണ്ട്. ഭക്തി എന്ന് പറയുന്നത് സാധു അസ്മിൻ പരമപ്രേമ സ്വരൂപ ഇത് ഭക്തി. ഭക്തിക്ക് ഏറ്റവും നല്ല നിർവചനം. ഒരുപാട് നിർവചനമുണ്ട് ഭഗവത്ഗീതയിലെ. ഭക്തി യോഗം എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെയില്ല. എപ്പോഴെങ്കിലും അതൊക്കെ വായിച്ചു നോക്കുക. കാരണം നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് തെറ്റാണെങ്കിൽ തിരുത്താനും ശരിയാണെങ്കിൽ അത് കൂടുതൽ താല്പര്യത്തോടെ ചെയ്യാനും കഴിയുന്നത്. എപ്പോഴാണ്? തിരിച്ചറിവുണ്ടാവുമ്പോഴാണ്. അല്ലേ? തിരിച്ചറിവുണ്ടാവണമെങ്കിൽ ആദ്യം എന്തുണ്ടാവണം? അറിവുണ്ടാവണം. മനസ്സിലായില്ലേ? അറിവുണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. അറിവിൽ നിന്ന് ഏതിലേക്ക് പോകണം? തിരിച്ചറിവിലേക്ക് പോകണം. അറിവിനേക്കാൾ വേണ്ടത് തിരിച്ചറിവാണ്. ഇന്ന് നമ്മുടെ ലോകത്ത് അറിവുള്ളവരുടെ എണ്ണമുണ്ട്, പക്ഷെ തിരിച്ചറിവുള്ളവരുടെ എണ്ണം ഉണ്ടോ? അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അറിവും തിരിച്ചറിവും പരസ്പരം ഉണ്ടെങ്കിൽ ഈ 2 ചിറകോടുകൂടി ആണ് ഒരു പക്ഷി പറന്നുയരുന്നത്. ഒരു ചിറകോട് മാത്രം പറക്കാൻ പറ്റുമോ? 2 ചിറകും വേണം. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അറിവും വേണം, തിരിച്ചറിവും വേണം. ഈ 2 കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതെന്താണെന്ന് കൂടി മനസ്സിലാക്കി ചെയ്താൽ നമുക്ക് കൂടുതൽ സുഖകരമായി ചെയ്യാനും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനും സാധ്യമാവും. നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നല്ല പറഞ്ഞത്, തെറ്റും ശരിയുണ്ടാവും. കാരണം നമ്മുടെ അജ്ഞാനം കൊണ്ട്. കാരണം നമ്മൾ ഭക്തിയിൽ പലരും ചെയ്യുന്നത് കണ്ട് ചെയ്യലല്ലേ? അല്ലേ? ആണോ അല്ലേ? ഈ കണ്ട് ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ഉറപ്പുണ്ടോ? ഉണ്ടോ? നമ്മൾ ചില ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില മരങ്ങളുടെ ചുവട്ടിലൊക്കെ വരുന്നവരെല്ലാം പൂവും കൊണ്ടുവച്ചിട്ട് പോകുന്നതാണ്. ചിലപ്പോൾ ചില സംശയം കൊണ്ട് ചോദിക്കും, എന്താ ഇതിങ്ങനെ എന്ന് ചോദിക്കും, അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ വളരെ പ്രായമുള്ള ആൾ പറയും, പണ്ടിങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇവിടെ. അപ്പുറത്തെ വീട്ടിലെ ഗോമതി എല്ലാ ദിവസവും വരുമ്പോൾ അവിടെ ഇവിടെ ഒരു പൂ വെച്ചിട്ട് പോയി. മനസ്സിലായില്ലേ? അതിൻ്റെ പുറകെ വന്നപ്പോൾ സുശീല അത് കണ്ടിട്ട് അവിടും വെച്ചു. അത് കഴിഞ്ഞ് വന്നപ്പോൾ കല്യാണിയും വെച്ചിട്ട് പോകും. അത് കഴിഞ്ഞ് വന്നപ്പോൾ അടുത്ത വന്നാളും വെച്ചു. ഇങ്ങനെ ഇതൊരു 1-2 മാസം കഴിഞ്ഞാൽ പിന്നെ വരുന്നവരെല്ലാം അവിടെ എന്ത് ചെയ്യും? മനസ്സിലായോ? പൂ വെച്ചു വെക്കും. അപ്പൊ ഇവിടെ എന്താണ് അതിന്റെ കാരണമെന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യം വെച്ച കല്യാണിയെ വിളിച്ചോണ്ട് വന്നിട്ട് ചോദിക്കണം, എന്തിനായി പോച്ചേ? എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ വെച്ചിട്ട് പോയി. വല്ല അർത്ഥമുണ്ടോ? അവിടെ ഉണ്ടോ? നമ്മൾ പലതും അങ്ങനെയല്ലേ കണ്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ അത് കൃത്യമാണോ അല്ലയോ എന്ന് കൃത്യത നമുക്കുണ്ടോ? ഇതിനൊരു മറ്റൊരു ഇത് കാണാം നമുക്കിപ്പോഴും. ഈ ശബരിമലയിൽ പോകുമ്പോൾ മനസ്സിലായില്ലേ, ഈ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാർ ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ വരുന്നതാണ്. ഈ ചില ആൾക്കാർക്ക് എവിടെങ്കിലുമൊക്കെ വരുമ്പോൾ ഭക്തി പോകും. അപ്പോൾ ഒരു തേങ്ങ എടുത്ത് അവിടെ കാണുന്ന കല്ലിനകത്ത് അടിച്ചു പിടിച്ചിട്ട് പോകും. പിന്നെ അതിൻ്റെ പുറകിൽ വരുന്ന ആൾക്കാരെല്ലാവരും കയ്യിൽ തേങ്ങ അധികമുണ്ടെങ്കിൽ ഒരെണ്ണം കൂടാൻ പൊട്ടിക്കും. എന്തിനാ പൊട്ടിച്ചതെന്ന് വെച്ചാൽ ആദ്യം ഒരെണ്ണം പൊട്ടിക്കിടന്നു, അപ്പോൾ പിന്നെ പൊട്ടിക്കേണ്ട സ്ഥലമാണ്. മനസ്സിലായില്ലേ? കുറച്ച് കഴിയുമ്പോൾ അതിനെ നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാരോ മറ്റുള്ളവരോ അവരുടെ ബോർഡ് കൊണ്ടുവെക്കും, ഇവിടെ തേങ്ങ പൊട്ടിക്കരുത്.
അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇതിന് മുമ്പോടെ പൊട്ടിച്ചിട്ടുണ്ട്, പൊട്ടിക്കേണ്ട ആവശ്യമില്ല സ്ഥലോ. അതാണ് ചില സ്ഥലത്ത് കൊണ്ട് കർപ്പൂരം കത്തിച്ചിട്ടു. മനസ്സിലായില്ലേ? അപ്പം വരുന്നവരെല്ലാം കുറേ എന്ത് ചെയ്യും? ചിലർ കത്തിക്കും, ചിലരില്ലെങ്കിൽ അതിൻ്റെ മേലെ പോയി കൈയൊക്കെ പൊള്ളിക്കും, ചൂടാക്കിയിട്ട് എങ്ങനെ കയറി പോകും. ഇതൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട്. അപ്പം ഇങ്ങനെ തുടരുന്നതാണ് പലപ്പോഴും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികൾ. അപ്പം അത് ശരിയാണോ അല്ലയോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പം ഭഗവത്ഗീതയിൽ വളരെ കൃത്യമായിട്ട് ഭഗവാൻ അർജുനനോട് ഭക്തി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമുണ്ട്. ഭക്തിയോഗം ഭഗവത്ഗീതയിലെ ഏറ്റവും ലളിതമായി മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന അധ്യായമാണ് ഭഗവത്ഗീതയിലെ ഭക്തിയോഗം. നമ്മളതൊക്കെ ഒന്ന് വായിച്ച് നമ്മളൊന്ന് നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ വ്യക്തത വരും. ഇവിടെ പറഞ്ഞു വന്നത് നാരദ മഹർഷി ഭക്തിയോഗത്തെക്കുറിച്ച് പറഞ്ഞ നിർവചനമാണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. സാധു അസ്മിൻ പരമപ്രേമ സ്വരൂപ ഇത് ഭക്തി. അവനോടുള്ള പരമമായ പ്രേമമാണ് ഭക്തി. ഭഗവാനോടുള്ള പരമമായ പ്രേമമാണ്, സ്നേഹമാണ് ഭക്തി. മനസ്സിലായില്ലേ? ഏറ്റവും ഉന്നതമായ സ്നേഹമെന്തോ അതാണ് ഭക്തി. ഇനി ആരെങ്കിലും എന്താ ഭക്തി എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഈശ്വരനോടുള്ള സ്നേഹമാണ് ഭക്തി, വേറൊന്നുമല്ല. ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് നാമം ജപിക്കുന്നതും വിളക്ക് കത്തിക്കുന്നതും പൂജ ചെയ്യുന്നതും അർച്ചന നടത്തുന്നതും. മനസ്സിലായില്ലേ? ആ സ്നേഹം പ്രകടിപ്പിക്കല്ലേ. നമ്മൾ ചില ആൾക്കാർ പറഞ്ഞില്ലേ, സ്നേഹം ഉള്ളിൽ വെച്ചിട്ടിരുന്നിട്ട് കാര്യം എന്ത് ചെയ്യണം? അത് പ്രകടിപ്പിക്കണം. എന്നതുപോലെ അത് പ്രകടിപ്പിക്കുമെന്തേലും അത് വർദ്ധിക്കും, ഇല്ലേ? ശരിയല്ലേ? ഇപ്പം നമ്മുടെ മനസ്സിൽ സ്നേഹമുണ്ട്, വീട്ടിലെ കുട്ടികളോട് അത് പ്രകടിപ്പിക്കാതെ കുട്ടികളെ കാണുമ്പോഴൊക്കെ കണ്ണുരുട്ടിക്കൊണ്ടാണ് അച്ഛനും അമ്മയും കുട്ടികളെ വളർത്തുന്നതെങ്കിൽ ആ വളർന്നു വരുന്ന കുട്ടികൾ തിരിച്ചും അതേ ഭാവത്തിലല്ലേ അച്ഛനും അമ്മയും കാണത്തുള്ളൂ. അവർക്ക് തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള അനുഭവം അവർക്ക് ബോധ്യം വേണം. വേണ്ടേ? ബോധ്യപ്പെടണം. അപ്പോൾ ആ ബോധ്യപ്പെടുന്ന പോലെ ഭഗവാനെ സ്നേഹിക്കുന്ന ബാക്കിയുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ബാക്കി എല്ലാം. അപ്പം പരമമായ സ്നേഹമാണ് ഭക്തി. ഇനി ഇവിടെ ആ ഭക്തിയെക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു കാര്യം കൂടി ഒന്ന് ചിന്തിച്ചു വരാം. നമ്മളൊക്കെ ഇപ്പം ഈശ്വര ചിന്തയിലേക്ക് പോകുമ്പോൾ പ്രധാനമായും നമ്മളെ വീട്ടിൽ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു തത്വമുണ്ട്. ദൈവഭയം വേണം, അല്ലേ? വേണ്ടേ? ദൈവഭയം വേണ്ടയോ? വേണം. നമ്മളൊരു വലിയ പൊട്ടക്കുഴിയിലാണ് കിടക്കുന്നത്. നമ്മൾ ഈശ്വര ചിന്തയിലെ വലിയ കിടങ്ങിലാണ് നമ്മൾ കിടക്കുന്നത്. കിടന്നുകൊണ്ട് ഈശ്വരനെ വിളിക്കുന്നേ ഉള്ളൂ. പക്ഷേ കയറി വരാൻ ഒരാഗ്രഹവും നമ്മൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതൊക്കെ വിഷമം തോന്നരുത്. ഹിന്ദുവിൻ്റെ ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഭയം എന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുർഗുണമാണ്. അപ്പോൾ ദൈവചിന്തയിൽ ആ ദുർഗുണം നമ്മൾ കൈമുതലാക്കി വെക്കണോ? വെക്കണം. ദൈവചിന്തയിൽ ആ ദുർഗുണം നമ്മൾ കൈമുതലാക്കി വെക്കണോ? വേണ്ട. അപ്പൊ പിന്നെ മുമ്പേ പറഞ്ഞത് ദൈവഭയം വേണമെന്ന് അവസരം കിട്ടിയാൽ നമ്മൾ വളരെ പെട്ടെന്ന് മാറ്റി പറഞ്ഞോളൂ. അതെന്തായാലും നന്നായി. ദൈവഭയം എന്നൊന്ന് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പാടില്ല. അതൊരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും പാടില്ല. ഇത് പഠിപ്പിച്ച കാലം മുതൽ ആ ഈശ്വര ചിന്തയ്ക്കൊരു അകലം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഭയക്കാനുള്ളതല്ല ഈശ്വരൻ, ഈശ്വരനെ സ്നേഹിക്കാനുള്ളതാണ്. ഭയമുള്ളതിനോട് സ്നേഹം ഉണ്ടാവുമോ? ഏതെങ്കിലും ഭയമുള്ളതിനോട് ഒരിക്കലും പൂർണ്ണ സ്നേഹം ഉണ്ടാവുകയില്ല. പറഞ്ഞു മനസ്സിലായി? ഇനി ഭയമുള്ളതിനോടൊപ്പം ചേരാൻ സാധിക്കുമോ? ശാന്തമായിട്ട് സാധിക്കുമോ? ഭഗവാനോട് ചേരാനല്ലേ ഭക്തി? അതോ ഭഗവാനിൽ കുറച്ച് ദൂരെ പോയി പേടിച്ച് നോക്കിയിരിക്കാനാണോ ഭക്തി? ഭഗവാനോട് ചേരാനാണ് ഭക്തി. അപ്പോൾ ഭയമുണ്ടെങ്കിൽ അതിനോട് ചേരാൻ ഒരിക്കലും സാധിക്കില്ല. ഇപ്പം നിങ്ങൾ ഒരു ഉദാഹരണം എടുത്ത് നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണം ഒന്ന് ചിന്തിച്ച് നോക്കാം. നമ്മളെ വീട്ടിൽ വളർത്തുന്നൊരു പശു ഉണ്ടെന്ന്, അതിൻ്റെ കൊമ്പൊക്കെ കണ്ട് നമ്മുടെ ഉള്ളിലൊരു ഭയമുണ്ട്. നമുക്ക് സമാധാനത്തോടെ പോയിട്ട് അതിനടുത്ത് നിൽക്കാൻ പറ്റുമോ? ശാന്തമായിട്ട് നിൽക്കാൻ പറ്റുമോ? നിൽക്കുന്ന സമയത്തുമൊക്കെ നമ്മുടെ മനസ്സിൽ ഇതൊന്ന് അനങ്ങിയാൽ പോലും നമുക്ക് പേടി വരുത്തില്ലേ? വരുത്തില്ലേ? നമ്മുടെ വീട്ടിൽ വന്ന പട്ടി ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു മൃഗമായിക്കോട്ടെ, അതിനോട് ഭയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് അതിനടുത്ത് നിൽക്കാൻ പറ്റുമോ? ശാന്തിയായിട്ട് നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അകന്ന് നിൽക്കാനേ പറ്റും. ഇനി നമ്മളെ ഈ ഭയം എങ്ങനെയാണ് നമ്മളെ ദുർബലരാക്കുന്നതെന്ന് ചിന്തിക്കാം.
നല്ലതുപോലെ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കുട്ടി, അവൻ പരീക്ഷാ ഹാളിൽ ചെന്നിരുന്നപ്പോൾ 45 ക്വസ്റ്റ്യനും അവൻ പഠിച്ചിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? അതിന്റെ ഉത്തരം എഴുതിയാൽ അവൻ നല്ലതുപോലെ ജയിക്കാം. പക്ഷെ അവൻ അതങ്ങോട്ട് നോക്കി വന്നപ്പോഴാണ് മനസ്സിലായത് 5 എണ്ണത്തിന്റെ ഉത്തരം അറിയത്തില്ല. മൊത്തം 50 ക്വസ്റ്റ്യൻ ആണുള്ളത്, 5 എണ്ണത്തിനെ അറിയത്തില്ല. ഈ 5 എണ്ണത്തിന്റെ അറിയില്ല എന്ന ഒരു ഭയം അവന്റെ മനസ്സിൽ വന്നാൽ അറിയാവുന്ന 45 എണ്ണത്തിന്റെ ആൻസർ അവൻ എഴുതാൻ പറ്റുമോ? പറ്റില്ല. കാരണം അറിയാവുന്ന 45 എണ്ണത്തിൽ കുറെ കൂടെ അവന്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് ചെയ്യും, ഭയം കൊണ്ട് മറന്നുപോകും. അപ്പൊ ഭയം ഒരു നല്ല ഗുണമാണോ? ആണോ? ഇനി മറ്റൊരു തരത്തിൽ നോക്കാം. നല്ലതുപോലെ പാട്ട് പഠിച്ചൊരു കുട്ടി ഇപ്പൊ ഒരു വേദിയിൽ നിന്ന് ഇപ്പൊ ഇവിടെ നിന്നൊരു പാട്ട് പാടാൻ പറഞ്ഞു പാടാനായിട്ട് നിൽക്കുമ്പോൾ മുമ്പിൽ ഇരിക്കുന്ന ഹടാതടിയന്മാരെ എല്ലാവരെയും കണ്ടപ്പോൾ കുട്ടിക്ക് പേടി വന്നാൽ പിന്നെ ആ കുഞ്ഞിന് പാടാൻ പറ്റുമോ? മനസ്സിലായി? ഇനി നല്ലൊരു ഇന്റർവ്യൂവിന് പോകുന്ന ഒരാൾ, ഒരു ജോലിക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂവിന് മനസ്സിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു ഇന്റർവ്യൂവിന് വേണ്ടി നല്ലതുപോലെ തയ്യാറെടുത്ത് നല്ല ടാലന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂവിന് പോവാണ്. ഇന്റർവ്യൂവിന് ചെന്ന് ആ ഇന്റർവ്യൂ ബോർഡിന്റെ ഡയസിന്റെ മുന്നിലേക്ക് ചെന്ന് ഡോറ് തുറന്ന് അകത്തോട്ട് കയറിയപ്പോൾ അവിടെ ഇരിക്കുന്ന കപ്പടാ വീശക്കാരനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഉള്ളിലൊരു ഭയം വന്നു. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് പിന്നെ ആത്മവിശ്വാസത്തോടെ മറുപടി പറയാൻ പറ്റുമോ? സാധിക്കുമോ? സാധിക്കില്ല. അപ്പൊ ആ ഗുണങ്ങളെയൊക്കെ ഇല്ലാതാക്കിയത് ഏതാണ്? ഭയം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഭയം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ട ദുർഗുണമാണ്. അതുകൊണ്ട് ഒരിക്കലും ഈശ്വരനെ ഭയക്കാൻ പഠിപ്പിക്കരുത്. ഇത് മറ്റാരോ കടത്തിവിട്ട സെമിറ്റിക് ചിന്തയിലൂടെ നമ്മളിലേക്ക് വന്ന ഒരു പ്രക്രിയയാണ് ദൈവത്തെ ഭയക്കുക. ഇല്ലെങ്കിൽ തിളപ്പിച്ച എണ്ണയ്ക്കകത്തിട്ട് കുഴിക്കും, ഇല്ലെങ്കിൽ ചാട്ടവാറ് കൊണ്ട് അടിക്കും, കുന്തം കൊണ്ട് കുത്തിക്കയറ്റും. ഇതൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്താനല്ല നമ്മൾ തേടേണ്ടത്. ഭയം നമ്മളെ എപ്പോഴും മാനസികമായ തളർച്ചയിലേക്ക്. അപ്പൊ ചോദിക്കും, ഇതിനെന്താ പ്രമാണം? പ്രമാണം വെച്ച തെളിവ് മനസ്സിലായില്ലേ? വളരെ കൃത്യമായി ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്ന സമയത്ത് ഏറ്റവും ഉന്നതമായ സമ്പത്തിനെ കുറിച്ച് പറയുന്നത്. ഏറ്റവും ഉന്നതമായ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവീക സമ്പത്ത് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ദൈവികമായ സമ്പത്ത്, ഈശ്വരീയമായ സമ്പത്ത്. നമ്മളൊക്കെ ഇന്ന് സമ്പത്ത് എന്ന് വിചാരിച്ചിരിക്കുന്നത് എന്തിനെയാണ്? പണം കൊണ്ട് ആർജിക്കുന്നതും പണത്തെയാണെന്ന് സമ്പത്തെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ പണം കൊണ്ട് വസ്തു വാങ്ങി, സ്വർണം വാങ്ങി, അല്ലെ, കാറ് വാങ്ങി, വീട് വെച്ചു, കുറച്ച് കാശ് കയ്യിലുണ്ട്, ഇതിനെയൊക്കെയല്ലേ നമ്മളിന്ന് സമ്പത്ത് വിചാരിക്കുന്നത്. അപ്പോൾ ആ കറൻസിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റത്തെ മാത്രമാണ് ഇന്ന് സമ്പത്തെന്ന് വിചാരിക്കും. ഇത് മാത്രമേ ഉള്ളൂ സമ്പത്ത് എന്നുള്ള നിലയിൽ. നമ്മുടെ ജീവിതത്തിന് വേണ്ട സമ്പത്ത് നമ്മളെല്ലാവരും ഇപ്പോൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ജീവിക്കണമെങ്കിൽ പണം വേണോടാ, പണം ഉണ്ടാക്കാൻ പഠിക്കടാ, പണം ഉണ്ടാക്കാൻ പഠിക്കും. അതുകൊണ്ട് വേറെ ഒന്നും വേണ്ട, ഏത് തെറ്റ് ചെയ്താലും പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മാതാപിതാക്കൾ കുട്ടികളെ എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന കുട്ടികൾ വരെ ഉദ്യോഗസ്ഥനാകുമ്പോൾ പണം ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടത് കൊണ്ട് അവൻ കൈക്കൂലിക്കാരനും അഴിമതിക്കാരനുമായി മാറുകയും ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ഏറ്റവും കൂടുതൽ കൈക്കൂലി അഴിമതിയും വാങ്ങുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തവനാണോ ഉള്ളവനാണോ? വിദ്യാഭ്യാസം ഇല്ലാത്തവർ കൈക്കൂലി വാങ്ങാൻ വഴിയൊന്നുമില്ലല്ലോ. ആകെ ഏതെങ്കിലും പറമ്പിൽ കിടക്കാൻ പോയാലും തേങ്ങ അടന്ന് വീണാൽ ചിലപ്പോൾ ആരും കാണാതെ അതെടുത്ത് കശത്ത് വെച്ചോളൂ. അതിനേക്കാളും വലിയ അഴിമതിയൊന്നും അവർ നടത്താറില്ല. ഉണ്ടോ? ഏറ്റവും വലിയ അഴിമതി നടത്തുന്ന ആരാ? ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ളവനാണ്. എന്താ കാരണം? പണമാണ് ഏറ്റവും വലുത് എന്നുള്ള, അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ള ഒരവസ്ഥയിലേക്ക് സമൂഹവും നമ്മളും അവരെ എത്തിച്ചു. മറ്റു പല സമ്പത്തുക്കളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇവിടെ 3 തരം സമ്പത്തിനെ കുറിച്ച് പറയാം. ഒന്ന് ആസുരിക സമ്പത്ത്, 2 സാമൂഹിക സമ്പത്ത്, 3 ദൈവിക സമ്പത്ത്. ഈ 3 തരം സമ്പത്തിനെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും. ആസുരിക സമ്പത്ത് എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തത്. മനസ്സിലായില്ലേ? ഒരിക്കലും ലഭിക്കാൻ അർഹതയില്ലാത്തത് നേടാനുള്ള പരിശ്രമമാണ് ആസുരിക സമ്പത്ത്. അങ്ങനെ നേടുന്നതുമാണ് ആസുരിക സമ്പത്ത്. പിടിച്ചു പറിക്കുക, കൊള്ളയടിക്കുക, മോട്ടിക്കുക, കക്കുക, മുമ്പേ പറഞ്ഞ കൈക്കൂലി മേടിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ നേടുന്ന സമ്പത്ത് എന്താണ്? ആസുരിക സമ്പത്താണ്. ആ സമ്പത്ത് ഒരിക്കലും നമുക്ക് മനഃശാന്തി തരുന്നില്ല, തരുമോ? മറ്റുള്ള ആര് പറഞ്ഞില്ലെങ്കിലും ചെയ്ത നമുക്കറിയാലോ ഇത് എങ്ങനെ ഉണ്ടാക്കിയതാണ്. അറിയില്ലേ?
സ്ഥിരം മോഷണം നടത്തിയ ഒരാൾ വലിയ ധനികനായി നോക്കുക. അയാൾ ധനികനൊക്കെയായി ജീവിക്കുമ്പോൾ അവസാന കാലത്തിൽ ഒരു രോഗം വന്നു. വളരെ കലശലായ രോഗമാണ്. ആ രോഗം വരുന്ന സമയത്ത് അയാളുടെ ചിന്ത എന്തായിരിക്കും? ഞാൻ ഈ ചെയ്തതിൻ്റെ ഫലമാണ് എന്നൊരു അവസ്ഥയും കൂടെ വരുമ്പം രോഗം മാത്രമല്ല, ഈ ചെയ്തതിൻ്റെ ഫലമാണെന്നുള്ള ചിന്ത കൊണ്ടുണ്ടാകുന്ന വേദന കൂടി അയാൾ സഹിക്കേണ്ടി വരും വ്യക്തിയിലേക്ക്. മനസ്സിലാവുന്നുണ്ടോ? രോഗം അല്ലാത്ത ആൾക്കും വരാം. അല്ലാത്ത ആൾക്ക് വന്നാൽ അയാൾ സ്വാഭാവികമായിട്ട് അത് രോഗത്തിൻ്റെ വേദന മാത്രമേ സഹിക്കൂ. പക്ഷെ തെറ്റായ വഴിയിലൂടെ ജീവിച്ച ഒരാളാണെങ്കിൽ ആ തെറ്റിൻ്റെ ഫലമാണെന്നുള്ളൊരു നീച്ചലും കൂടി അയാളുടെ മനസ്സിൽ ഉണ്ടാവും. അപ്പോൾ ആസുരിക സമ്പത്ത് ജീവിതത്തിൽ എന്ത് ചെയ്യുന്നത്? ഒരിക്കലും ആർജിക്കാൻ നമ്മൾ പോകരുത്. ആസുരിക സമ്പത്ത്. ഇനി സാമൂഹിക സമ്പത്തിലാണ് മുമ്പേ പറഞ്ഞ പണവും പെടും. അർഹതയിൽ ജോലി ചെയ്യുന്നു, അതിനുള്ള കൂലി മേടിക്കും, തെറ്റല്ല. മനസ്സിലായില്ലേ? പണം വേണ്ടാന്നല്ല പറഞ്ഞത്, വീട് വെക്കേണ്ടതല്ല, അതൊക്കെ ആവാം. ധാർമ്മികമാതിരെ അതിനകത്ത് പണം മാത്രമല്ല, നല്ല മാതാപിതാക്കൾ സമ്പത്തല്ലേ? ആണോ അല്ലേ? മനസ്സിലായി? നല്ല ഭാര്യ സമ്പത്തല്ലേ? ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യയെ സംബന്ധിച്ച് നല്ല ഭർത്താവ് സമ്പത്തല്ലേ? മക്കളെ നേരെ തിരിച്ച് മാതാപിതാക്കളെ സംബന്ധിച്ച് നല്ല മക്കൾ സമ്പത്തല്ലേ? അല്ലേ? നല്ല അധ്യാപകൻ സമ്പത്തല്ലേ? നല്ല സുഹൃത്തുക്കൾ സമ്പത്തല്ലേ? നല്ല സഹോദരനും സഹോദരിയും പരസ്പര സമ്പത്തല്ലേ? നല്ല ബന്ധുമിത്രാദികൾ സമ്പത്തല്ലേ? നല്ല അയൽക്കാർ സമ്പത്തല്ലേ? നല്ല വായു സമ്പത്തല്ലേ? അല്ലേ? നല്ല ഭക്ഷണം സമ്പത്തല്ലേ? ഉറക്കം വരുന്ന ഒരാളെ നല്ല കിടക്ക വരെ സമ്പത്താണ്. പറഞ്ഞ ആശയം മനസ്സിലായി? നല്ല സൂര്യപ്രകാശം, നല്ല ജലം, ഇതൊക്കെ സമ്പത്താണ്. ശരിയല്ലേ? നല്ല ജലം സമ്പത്താണ്. അപ്പൊ ഈ സമ്പത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൽ അനവധി ഘടകങ്ങളുണ്ട്. നല്ല ആരോഗ്യം ഒരു സമ്പത്താണ്, അല്ലേ? നല്ല ചിന്തകൾ നമ്മുടെ സമ്പത്തല്ലേ? നല്ല ചിന്തകൾ. അപ്പൊ ഇങ്ങനെയുള്ള സാമൂഹികമായ അനവധി സമ്പത്തുണ്ട് ജീവിതത്തിന് വേണ്ടത്. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത സമ്പത്തിലേക്ക് വരാം. സാമൂഹികമായ തലം കഴിഞ്ഞാൽ പിന്നെ ദൈവികമായ തലത്തിൽ ചിന്തിക്കാം. ദൈവികമായ സമ്പത്ത് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അർജുനനോട് 26 ഗുണങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. മനസ്സിലായോ? 26 ഗുണങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞു. നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും കുറഞ്ഞത് നമ്മൾ ആ 26 ഗുണങ്ങൾ എന്താണെന്നൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അവർക്ക് പിന്നെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൻ്റെ ആവശ്യം വരില്ല. അവരുടെ ജീവിതത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ ആ 26 ഗുണങ്ങളെക്കുറിച്ചൊരു ബോധമുണ്ടെങ്കിൽ ഒരിടർച്ചയും ഒരു പതർച്ചയും ഇല്ലാതെ ജീവിതത്തിൽ പരാജയങ്ങളില്ലാതെ വിജയിക്കാൻ അവർക്ക് സാധിക്കും. നമുക്കിതൊക്കെ നമ്മുടെ ആചാര്യന്മാർ, നമ്മുടെ ഋഷിമാരൊക്കെ തന്നിട്ടും നമ്മൾ അതൊക്കെ കളഞ്ഞിട്ട് ഇപ്പോഴും നമ്മൾ പൈസയും കൊടുത്ത് മോട്ടിവേഷൻ ക്ലാസ്സിൽ നടക്കുക, അല്ലേ? മക്കളുടെ സ്വഭാവം രൂപപ്പെടുത്താൻ, മക്കളുടെ ചിന്ത രൂപപ്പെടുത്താൻ, അല്ലേ? വിജയിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കാൻ ഒക്കെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. വളരെ കൃത്യമായിട്ടാണ് ഭഗവാൻ ഈ 26 ഗുണങ്ങളെ കുറിച്ച് പറയും. 16-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 3 ശ്ലോകം കൊണ്ടാണ് അധ്യായം ഉൾപ്പെടെ പറഞ്ഞത്. 16-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 3 ശ്ലോകം ഏറ്റവും കുറഞ്ഞത് അതിൻ്റെ അർത്ഥം ഒന്ന് പഠിക്കുക, കുട്ടികളെ പഠിപ്പിക്കുക. അതിൽ ഭഗവാൻ പറയുന്ന ദൈവിക സമ്പത്തിൽ ആദ്യത്തെ സമ്പത്താണ് നിങ്ങളോട് മുമ്പ് ചർച്ച ചെയ്തത്. ഭയം പാടില്ല. അഭയം തത്വസംശുദ്ധർ ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമച്ച യജ്ഞസ്യ സ്വാധ്യായസ്തവ ആർജവം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ എണ്ണി 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 ഈ 3 ശ്ലോകത്തിലൂടെ 26 ഗുണങ്ങളെ കുറിച്ച് പറയും. അതിൽ ആദ്യത്തെ ഗുണം പറയുന്നത് ഭഗവാൻ പറയുന്നത് എന്താണ്? നിർഭയത്വം ഉണ്ടാവണം, ഭയം ഉണ്ടാവരുത്. ഭയം മറ്റുള്ള എല്ലാ ഗുണങ്ങളെയും ചോർത്തിക്കളയും. മനസ്സിലാവുന്നുണ്ടോ? ഭയം മനുഷ്യനെ എല്ലാ ഗുണങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും? പരാജയപ്പെടുത്തും. നമ്മൾ ഏതൊക്കെ ഗുണം ശേഖരിച്ചു വെച്ചാലും, എത്ര നിറച്ചു വെച്ചാലും വീപ്പയുടെ അടിയിലൊരു ഹോളുണ്ടെങ്കിൽ ആ വീപ്പയിൽ ജലം ഇരിക്കും എന്നതുപോലെയാണ് ഭയം എന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും എന്തുണ്ടാവരുത്? ഭയം ഉണ്ടാവും, നിർഭയത്വം. അപ്പോൾ ചോദിക്കും ഭഗവാനോട് എന്ത് വേണം? സ്നേഹം ഉണ്ടാവണം, ബഹുമാനം ഉണ്ടാവണം, ആദരവ് ഉണ്ടാവണം. മനസ്സിലായില്ലേ? ഇതേ വികാരം തന്നെയാണ് മക്കൾക്ക് മാതാപിതാക്കളോട് ഉണ്ടാവുന്നത്. സ്നേഹം, ബഹുമാനം, ആദരവ്. ഇതാണ് നമുക്ക് ഈശ്വരനോട് തോന്നുന്നത്. ആ ഈശ്വരനും നമ്മളും തമ്മിൽ മാനസികമായ ഒരടുപ്പത്തിലെത്തുമ്പോഴാണ് ഭക്തി ഉയർന്നു വരുന്നത്. ശരിയല്ലേ? ആണോ അല്ലേ? ആ അടുപ്പത്തിലെത്തണം.
ആ അടുപ്പത്തിന് തടസ്സം എന്താവും? ഭയമാണ്. ഏറ്റവും പ്രധാനം സ്നേഹമാണ്. ശരി, ഇവിടെ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ വരാം. ഇവിടെ ആ കംസൻ നേരെ ഭയം കൊണ്ട്, അല്ലേ, കംസന് പറ്റുന്ന ഏറ്റവും വലിയ ആ അജ്ഞാനത്തിന്റെ ലക്ഷണമാണ് ഭയം. ഭയം ഭക്തന്റെ യോഗ്യതയല്ല. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ പ്രഹ്ലാദചരിതം ചർച്ച ചെയ്തു. അവിടെ നരസിംഹാവതാരം പ്രത്യക്ഷപ്പെട്ടപ്പോൾ 2 പേര് കൂടി അവിടെ കഥാപാത്രങ്ങളായിട്ട് പ്രധാനമുണ്ട്. ആരൊക്കെയാ? ഒന്ന് പ്രഹ്ലാദനും ഒന്ന് ഹിരണ്യകശിപുവും. ഇവർ 2 പേർക്കും ഉണ്ടായ വികാരം എന്താ? നരസിംഹത്തെ കണ്ടപ്പോൾ 2 പേർക്കും ഉണ്ടായ വികാരം എന്താ? ഹിരണ്യകശിപുവിന് ഭയം വന്നു. പ്രഹ്ലാദനോ ഭയം വന്നോ? ഇല്ല. പ്രഹ്ലാദന് ഭക്തി വർദ്ധിച്ചു. മനസ്സിലായില്ലേ? അപ്പോ അവിടെ ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഭയം ഉണ്ടാവുകയില്ല. അപ്പോൾ ഭയം എപ്പോഴാണെന്ന് വെച്ചാൽ മുമ്പേ പറഞ്ഞത് അജ്ഞാനികളാണ്. അപ്പൊ നമ്മൾ ഹിരണ്യകശിപുവിന്റെ ഭാഗത്ത് വളരണോ പ്രഹ്ലാദന്റെ ഭാഗത്ത് നിന്ന് വളരണോ? പ്രഹ്ലാദന്റെ ഭാഗത്ത് നിന്ന് വളരാൻ നമ്മൾ പഠിക്കണം. ശരി, ഇവിടെ ഈ കുട്ടിയെ കിട്ടി ഇവിടെ എടുത്തു കൊടുത്ത ദേവകിയാണ്. ദേവകി വളരെ ദയനീയമായിട്ട്, കാരണം പ്രസവിച്ച ഒരു കുഞ്ഞിനെ എടുത്ത് മരണത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു അമ്മയുടെ അവസ്ഥ അറിയാമല്ലോ. ദേവകി ഈ സമയത്ത് കംസനോട് കൊടുത്ത മുഖഭാവം മാത്രമല്ല, ദേവകി കംസനോട് പറഞ്ഞു, ഇതൊരു പെൺകുഞ്ഞല്ലേ, ആൺകുഞ്ഞല്ലേ അങ്ങേ വധിക്കുമെന്ന് പറഞ്ഞത്. ഇതൊരു പെൺകുഞ്ഞാണ്, അതുകൊണ്ട് ഈ കുഞ്ഞിനെ എനിക്ക് വളർത്താൻ തന്നുകൂടെ എന്നുകൂടി ആര് ചോദിച്ചു? ദേവകി കംസനോട് ചോദിച്ചു. ഇവിടെ പെൺകുഞ്ഞല്ലേ എന്ന് ചോദിച്ചതും വളർത്താൻ തന്നുകൂടെ ചോദിച്ചതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. 8ാമത്തെ കുഞ്ഞ് എന്ന് ഉറപ്പിക്കാൻ കംസന് സാധിക്കില്ല. കാരണം എന്താ? 7ാമത്തെ കുഞ്ഞ് ദേവകിയിൽ നിന്നല്ല ജനിച്ചത്. മനസ്സിലായോ? അപ്പൊ യഥാർത്ഥത്തിൽ കംസൻ ഒരുപക്ഷെ ഒരു ഇളവ് കൊടുത്തിരുന്നു എങ്കിൽ അതോടുകൂടി കംസൻ രക്ഷപ്പെട്ടായിരുന്നു. അതിനുള്ളൊരു അവസരം കൂടി ദേവകിയിലൂടെ ഭഗവാൻ കൊടുത്തു. ഏതൊരാൾക്കും അവസാന ഘട്ടം വരെ നന്നാവാനുള്ള അവസരം ആര് കൊടുക്കും? ഭഗവാൻ കൊടുക്കും. അവസരം കണ്ടറിഞ്ഞ് നന്നാവാത്തത് ആരുടെ കുഴപ്പമാണ്? നമ്മുടെ കുഴപ്പമാണ്. പണ്ടൊരാൾ ഭഗവാന് തപസ് ചെയ്യാൻ പോയി. തപസ് ചെയ്യാൻ പോയപ്പോൾ അയാളുടെ പ്രാർത്ഥന, ഭഗവാനെ ഒരിക്കലും മരണം ഉണ്ടാവരുത്. ഭഗവാൻ പറഞ്ഞു അത് പറ്റില്ല, മരണം ഉണ്ടാവും. എന്നാൽ പിന്നെ എനിക്കൊരു ഉറപ്പ് തരണം. എന്താ? മരണം വരുന്നതിന് മുമ്പ് എനിക്ക് ചില സൂചനകളൊക്കെ തരണം. എപ്പം മരിക്കും എന്നുള്ളതിനെ കുറിച്ച്, മരണത്തെക്കുറിച്ചുള്ള സൂചനകൾ തരണം എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു അത് വേണമെങ്കിൽ പരിഗണിക്കാം എന്ന് പറഞ്ഞു. കുറേ കാലം കഴിഞ്ഞു ഇയാൾ മരണമടഞ്ഞു. ഇയാൾ മരണമടഞ്ഞിട്ട് നേരെ ചെന്ന സമയത്ത്, എവിടെ ചെന്നത് എനിക്കും അറിയില്ലല്ലോ, ഇങ്ങനെ എന്നാലും ചെന്ന സ്ഥലത്ത് വെച്ച് വഴിയിൽ വെച്ച് ആരെ കണ്ടു? ഭഗവാനെ കണ്ടു. അയാൾ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ നീ ഇങ്ങനെ പറ്റിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാധാരണഗതിയിൽ ഭഗവാന്മാർ പറ്റിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നോട് വരമൊക്കെ ചോദിച്ചതൊക്കെ എന്ന് പറഞ്ഞു. ഭഗവാൻ ചോദിച്ചു എന്താ കാര്യം? അത് നീ പറഞ്ഞല്ലോ മരിക്കുന്നതിന് മുമ്പ് ചില സൂചനകളൊക്കെ മുന്നറിയിപ്പ് തരുമെന്ന് പറഞ്ഞു. എന്നിട്ട് നീ ഒന്നും തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു ആര് പറഞ്ഞു? നിനക്ക് എത്ര മുന്നറിയിപ്പ് നൽകി? നിന്റെ കണ്ണിന്റെ കാഴ്ച ഞാനൊന്ന് കുറച്ചു. അപ്പൊ നീ എന്ത് ചെയ്ത്? ഓടിപ്പോയി കണ്ണാടി മേടിച്ചു വെച്ചു. നിന്റെ പല്ല് 2 ഞാനത് പൊഴിച്ചു. അപ്പൊ നീ ദന്ത ഡോക്ടറെ കണ്ട് 2 വെപ്പുപല്ല് വെച്ചു. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞപ്പോൾ നിന്റെ നടുവിൻ്റെ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഞാൻ കുറച്ച് വേദന ഉണ്ടാക്കി. അപ്പം നീ എന്ത് ചെയ്തു? മുക്കൂട്ട് തൈലം ഇട്ട് തേച്ച് പിടിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ നിന്റെ ത്വക്കൊക്കെ ഞാനൊന്ന് ചൊളുക്കി. അപ്പോൾ നീ എന്ത് ചെയ്തു? ബ്യൂട്ടി പാർലറിൽ പോയി കടലമാവൊക്കെ തേച്ച് അതൊക്കെ മോടി പിടിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ നിന്റെ തലമുടിയൊക്കെ നരപ്പിച്ചു. നീ എന്ത് ചെയ്ത്? കരിക്കല മൊത്തം വാരി തലയിൽ തേച്ചു. എത്ര മുന്നറിയിപ്പ് ഞാൻ നിനക്ക് തന്നു. അതൊന്നും മുന്നറിയിപ്പായിട്ട് തിരിച്ചറിയാൻ കഴിവില്ലാതെ പോയത് ആരൊക്കെ? നിനക്കല്ലേ, ഭഗവാനല്ലല്ലോ. ഭഗവാൻ മുന്നറിയിപ്പ് കൊടുത്തു. അതുപോലെയാണ് ഇവിടെ ദേവകി ഒരു അവസരം ആരുടെ മുന്നിലേക്ക് കൊടുത്തു? തൻ്റെ സഹോദരന് മുന്നിലേക്ക് കൊടുത്തു. പക്ഷെ കംസന്റെ മനസ്സിൽ കിടന്ന് ചിന്തേണ്ട, നാരദര് പറഞ്ഞിട്ട് പോയല്ലോ, പെണ്ണായവൻ ആണാവുന്നോ പെണ്ണാവും, വരാൻ പോകുന്നത് വിഷ്ണുവാണ്. അതിനുദാഹരണം പാലാഴി മദനത്തിലെ കഥയും പറഞ്ഞിട്ടാണ് അവർ പോയത് നാരദര്. അതുകൊണ്ട് തന്നെ കംസൻ പറഞ്ഞു, ഇനി ആണായാലും പെണ്ണായാലും കാര്യമൊന്നുമില്ല, കൊല്ലുക തന്നെയാണ്. നേരെ എടുത്ത് നിലത്തടിച്ചു. ആ കുഞ്ഞ് കയ്യിൽ നിന്ന് വഴുതി മുകളിലേക്ക് പോയി. മുകളിലെത്തിക്കൊണ്ട് അഷ്ടഭുജത്തോടു കൂടിയ ദേവതയായി മാറി കംസനോട് പറഞ്ഞു, പരാക്രമം എന്നോട് വേണ്ട. മനസ്സിലായി? എന്നോട് പരാക്രമം വേണ്ട, നിന്റെ അന്തകൻ ഭൂമിയിലും വിധിച്ചു. ഇപ്പൊ കംസന്റെ മരണഭയത്തെ വീണ്ടും എന്ത് ചെയ്തു? അടുത്ത ഒരു ഡോസും കൂടി, പോയിസൺ കൂടി, ഭയം എന്ന പോയിസൺ ആർക്ക് കുത്തിവെക്കുകയാണ്? കംസന് കുത്തിവെക്കുകയാണ്. മനസ്സിലായില്ലേ? ഭയം ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ കൊല്ലുമെന്നുള്ളത് പഠിപ്പിക്കുകയാണ്. കംസന് കുത്തിവെച്ചു കൊടുത്തു. കംസനാകെ ഭയഭ്രാന്തനായി. എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചിന്തയായി തൻ്റെ അനുചരന്മാരുമായിട്ടുള്ള ചർച്ചയിലേക്ക് പോയി. ഇനി ഇവിടെ നമ്മൾ ഉച്ചയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു വിട്ടിരുന്നു.
ഇവിടെ ഭഗവാൻ അവിടെ യശോദയുടെ അടുത്തേക്ക് പോകുമ്പോൾ പകരം തൻ്റെ രക്ഷയ്ക്ക് കരുതിയിട്ട് യശോദയുടെ കുഞ്ഞിനെ എടുത്തു മാറ്റിയത് ശരിയാണോ എന്നൊരു ചോദ്യം ഉച്ചയ്ക്ക് ചോദിച്ചു. ഓർമ്മയുണ്ടോ? അത് 1 മണിക്കുള്ള അന്നം കഴിഞ്ഞപ്പോൾ ഇത് മറന്നുപോയോ? ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കാം. ഭഗവാന് വേണ്ടിയിട്ടാണെങ്കിലും മറ്റൊരു അമ്മയുടെ കുഞ്ഞിനെയല്ലേ ഭഗവാൻ എടുപ്പിച്ചത് അല്ലേ? അപ്പൊ അത് സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു കുഞ്ഞിനെ എടുക്കുന്നത് ശരിയാണ്? സാധാരണഗതിയിൽ ചിന്തിച്ചാൽ ശരിയല്ല. പക്ഷെ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ യശോദയ്ക്കും നന്ദഗോപർക്കും ഈ സന്താന സൗഭാഗ്യം ഇല്ലാത്ത മാതാപിതാക്കളാണ്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ചില മാതാപിതാക്കൾ ഉണ്ടാവുമല്ലോ, സന്താന സൗഭാഗ്യമില്ലാത്ത മാതാപിതാക്കളാണ്. അതും ഭാഗവതം നമ്മൾ നല്ലതുപോലെ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ദീർഘകാലം ഇവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നൊരു വാക്ക് എടുത്തു പറയുന്നു. ദീർഘകാലം കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതുകൊണ്ടാണ്, അതിനുള്ള ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ആര്? യശോദ നന്ദഗോപർ. പക്ഷെ പുത്ര സൗഭാഗ്യമില്ല. ആ സമയത്താണ് അവിടെ ശാശ്വതമായ പുത്രാനന്ദം കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് മായാദേവി അയച്ചു. മായാദേവി എന്ന് പറഞ്ഞാൽ എന്താ? ശാശ്വതമല്ല. മനസ്സിലായിരുന്നോ? അപ്പം മായാദേവിയാണ് ആർക്ക് കുഞ്ഞായിട്ട് പിറക്കുന്നത്? യശോദയ്ക്ക് കുഞ്ഞായിട്ട് പിറക്കും. അപ്പൊ ശാശ്വതമായ ആനന്ദമല്ലെങ്കിലും ഒരാനന്ദത്തിലേക്ക് എത്തിച്ചിട്ട് പെട്ടെന്ന് അതിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ വീണ്ടും എന്ത് ചെയ്യും? ഉണ്ടായ ദുഃഖത്തേക്കാൾ വലിയ ദുഃഖം വരുന്നത്. മനസ്സിലായോ? അതിനെ പരിഹരിക്കാനാണ് ഭഗവാൻ പകരം അവിടെ സ്വന്തം അമ്മയ്ക്ക് തന്റെ ദിവ്യ ദർശനം കൊടുത്ത് ദുഃഖത്തിൽ നിന്ന് കരകയറ്റിയതിന് ശേഷം എവിടേക്ക് എത്തുന്നത്? യശോദ അടുത്തേക്ക്. അപ്പൊ യശോദയ്ക്ക് കൊടുക്കുന്നൊരു വലിയ ഭാഗ്യമല്ലേ? അതിന്റെ ആശയം മനസ്സിലായി? യശോദയ്ക്ക് അങ്ങനെ ഒരു വലിയ ഭാഗ്യം, ഒരു പുത്രഭാഗ്യം കൊടുത്തു. ഇനി ഇത്തരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ കംസന്റെ അന്തകൻ ജനിച്ചിട്ടുണ്ട്. എവിടെയാ ജനിച്ചതെന്ന് വല്ല തെളിവുണ്ടോ? കംസൻ അറിയുമോ? അറിയില്ല. ആർക്കെങ്കിലും അറിയുമോ? അറിയാവുന്ന രണ്ടേ പേരുള്ളൂ. ആരൊക്കെയാ? കൃഷ്ണൻ അമ്പാടിയിലാണുള്ളതെന്ന് അറിയാവുന്ന രണ്ടേ പേരുള്ളൂ. ആരൊക്കെയാ? ദേവകി, വസുദേവരും. അവരെന്തായാലും ഇത് ആരോടും പറയില്ല. പറയുമോ? യഥാർത്ഥത്തിൽ യശോദയ്ക്കും അറിയില്ല, നന്ദഗോപർക്കറിയില്ല. യശോദ നന്ദഗോപരൊക്കെ സ്വന്തം കുഞ്ഞാണെന്ന് ധരിച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? വേറെ ഒരാൾക്കും ഇതറിയില്ല. അപ്പൊ അത്തരം ഒരവസ്ഥയിൽ അവിടെ ചർച്ചകൾ തുടങ്ങി. എങ്ങനെയാണ് കംസന്റെ അന്തകനെ കണ്ടുപിടിക്കുന്നത് എന്ന് ചിന്തിച്ചു. ഈ സമയത്ത് പൂതന രംഗത്തേക്ക് വന്നു. ഇവിടെ കംസന്റെ കൂട്ടത്തിലുള്ള അസുര ഗണത്തിലെ ഏറ്റവും ശക്തിയായവളാണ് പൂതന. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കംസന്റെ ബലം മുഴുവൻ പൂതനയാണ്. ഒരർത്ഥം ഇത്ര ശക്തിമതിയാണ് പൂതന. അപ്പൊ പൂതന രംഗത്തോട്ട് വന്നിട്ട് പറഞ്ഞു, ആ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ പൂതന ഏറ്റതുകൊണ്ട് കംസനൊരു ആശ്വാസമായി. രണ്ടാമതൊന്നും പറയേണ്ടി വന്നില്ല. കാരണം പൂതനയുടെ ശക്തി ആർക്കറിയാം? കംസൻ അറിയാം. കംസൻ പറഞ്ഞു, എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു. പൂതന പറഞ്ഞത് വളരെ കൃത്യമായൊരു പാക്കേജൊക്കെ തയ്യാറാക്കേണ്ട പൂതനാണ്. പൂതന പറഞ്ഞത്, ഇന്ന് വരെ ജനിച്ചിട്ടുള്ള 10 വയസ്സ് വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഭൂമിയിലുള്ളത് ഞാനങ്ങ് പറഞ്ഞേക്കാം. യഥാർത്ഥത്തിൽ ദേവകിയുടെ കുഞ്ഞാരാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ അറിയാത്ത സ്ഥിതിക്ക് ഇനി ചെയ്യാനുള്ള ഒരു വഴി എന്താ ഉള്ളത്? ലോകത്തുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും വധിക്കുക. ഇവിടെ ഒരു 10 വയസ്സ് പറയാനുള്ള കാരണം എന്താ? ദേവകിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. മനസ്സിലായില്ലേ? ഈ വിവാഹം കഴിഞ്ഞ കാലയളവ് തൊട്ട് ഇങ്ങോട്ട് ജനിച്ചിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നാൽ അതിനകത്ത് ആര് പെടും? കംസന്റെ അന്തകനായ കുഞ്ഞും പെടും. പൂതന ഉറപ്പ് കൊടുത്തു. ഈ ലക്ഷ്യത്തോടു കൂടി പൂതന പുറപ്പെടുകയാണ്. ഇവിടെ ഭഗവാന് മനസ്സിലായി പൂതനയുടെ ഉദ്ദേശം. പൂതന തൻ്റെ അടുത്തേക്കല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഗൃഹത്തിലേക്ക് ചെന്ന് കയറിയാൽ ആ വീട്ടിലെ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെടത്തില്ലേ? മനസ്സിലായില്ലേ? അപ്പൊ താൻ നിമിത്തം മറ്റൊരാൾക്കും ഒരു ദുഃഖവും ഉണ്ടാവരുത് എന്ന് ആര് ചിന്തിച്ചു? ഭഗവാൻ ചിന്തിച്ചു. പൂതന ഭഗവാനെ തേടി വന്നതല്ല, ഭഗവാൻ പൂതനെ ആകർഷിച്ച് മയക്കി ഇവിടെ കൊണ്ടുവന്നതാണ്. പൂതന എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ഭഗവാന്റെ ആകർഷണത്തിൽ പൂതന പെട്ടു. പൂതന വേഗത്തിൽ തന്നെ എവിടെ എത്തി? അമ്പാടിയിലെത്തി. അമ്പാടിയിലെത്തുമ്പോൾ ഒരു വലിയ ആഘോഷം നടക്കുന്നു. പൂതന തിരക്കി, എന്താ ഈ ആഘോഷം? അതെ, നന്ദഗോപർക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. പൂതന ചോദിച്ചിട്ട് ഒരു കുഞ്ഞ് ജനിച്ച ഇത്രയും പ്രത്യേകതയും ഇത്രയും വലിയ ഉത്സവമൊക്കെ നടക്കുന്നത്. അത് കുറേ കാലത്തിന് ശേഷമാണ് കുഞ്ഞ് ജനിച്ചത്. നന്ദഗോപർ അടുത്ത രാജാവുമാണ്. ഓഹോ, അപ്പൊ രാജാവിന്റെ കുഞ്ഞിനെ തൊട്ടൊക്കെ കൊല്ലാം.
ആദ്യത്തെ കുഞ്ഞിനെ ആരെ സെലക്ട് ചെയ്തു? ഭഗവാനെ തന്നെ സെലക്ട് ചെയ്തു. കൃത്യമായ സ്ഥാനത്തെത്തി. പൂതന വളരെ ഗംഭീരമായി ഉടുത്തൊരുങ്ങി അണിഞ്ഞൊരുങ്ങി അതീവ സുന്ദരിയായ വേഷത്തിലാണ് എവിടേക്ക് വരുന്നത്? അമ്പാടിയിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത്. ഈ സമയമായപ്പോഴത്തെ ഗോപികമാര് അതുവരെ കയ്യിലൊക്കെ എടുത്ത് കളിച്ചോണ്ടിരുന്ന കുഞ്ഞിനെ തൊട്ടിലേക്ക് കിടത്തി. കുഞ്ഞിന് ഉറക്കം വരുന്നെങ്കിൽ ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് യശോദ എല്ലാവരെയും പഴക്ക് പറഞ്ഞ് വെളിയിലാക്കി. യശോദ ഉൾപ്പെടെ എല്ലാവരും വെളിയിൽ നിൽക്കുമ്പോഴാണ് പൂതന കടന്നു വരുന്നത്. കടന്നു വരുന്ന പൂതനയെ യശോദയും മറ്റുള്ളവരും ഒക്കെ കണ്ടു. പക്ഷെ ഇവർ ഒന്ന് മയങ്ങിപ്പോയി. ഇവർ യശോദയ്ക്കൊക്കെ നീ ആരാണെന്ന് ചോദിക്കാൻ തോന്നിയില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഈ സ്ത്രീകൾ രണ്ട് വസ്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മൂന്നാമതൊന്നും ആലോചിക്കില്ല. എന്തൊക്കെയാണെന്നറിയോ? ചില ആൾക്കാർ വളരെ കൃത്യമായിട്ട് പറയും, നല്ല ദാമ്പത്യമായി ജീവിക്കണമെങ്കിൽ രണ്ട് സ്ഥലത്ത് സ്ത്രീകളെ കൊണ്ടുപോകുമെന്ന് പറയും. ഒന്ന് സ്വർണ്ണക്കടയിൽ, ഒന്ന് തുണിക്കടയിൽ. മനസ്സിലായില്ലേ? ഈ രണ്ട് വസ്തുക്കളെ കണ്ട് പൂതന നല്ല ഉടുത്തൊരുങ്ങി പട്ടൊക്കെ ധരിച്ചാ വന്നത്, നല്ല ആഭരണങ്ങളൊക്കെ. ഇത് രണ്ടും ധരിച്ചപ്പോൾ ഇത് എവിടുന്നാണെന്നൊക്കെ ചിന്തിച്ചത് നിങ്ങളുടെ പൂതന നടന്നത്. ആരാണെന്ന് ചോദിക്കാനുള്ള സമയം കിട്ടിയതില്ല. പൂതന അകത്തിയത് നേരെ കൃഷ്ണനെ എടുത്തു. ഉദ്ദേശിച്ച നിലയിൽ ഒഴിഞ്ഞ ഒരു മൂലയിലിരുന്നു. ആ മൂലയിൽ ഇരുന്ന ശേഷം തന്റെ മുലക്കാമ്പിൽ തേച്ച മാരകമായ വിഷം അതാ കുഞ്ഞിനെ കുടിപ്പിക്കാൻ ശ്രമിച്ചു. രണ്ട് കൈ കൊണ്ടും ബലമായി ചേർത്ത് പിടിച്ച് കുതിറി മാറാതിരിക്കാൻ, വിഷത്തിന്റെ ദുർഗന്ധം കൊണ്ട് മാറാതിരിക്കാൻ ചേർത്ത് പിടിച്ചു. ഭഗവാൻ തന്റെ പിഞ്ചു കൈ കൊണ്ട് പൂതനയെ ഒന്ന് പിടിച്ചു. ഈ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് പൂതനയുടെ പാലും കുടിച്ചു, രക്തവും കുടിച്ച് പൂതന അലറിക്കരഞ്ഞുകൊണ്ട് അതിഭയങ്കരിയായ രാക്ഷസിയായി മാറി ദൂരേക്ക് ഈ കുഞ്ഞിനെ വലിച്ചെറിയാൻ നോക്കി. ഇവിടെ പൂതനയുടെ പിടി വിട്ടു. പിടിച്ചെറിയാൻ നോക്കിയിട്ട് പൂതനയ്ക്ക് ആരെ പിടി പിടിയിക്കാൻ പറ്റിയില്ല? ഭഗവാന്റെ പിടി പിടിയിക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മള് ഭഗവാനെ പിടിക്കുന്നതും ഭഗവാൻ നമ്മളെ പിടിക്കുന്നതും വ്യത്യാസമുണ്ടല്ലേ? ഇപ്പൊ ഒരമ്മയുടെ കയ്യിൽ കുഞ്ഞ് പിടിക്കുന്നത് കുഞ്ഞിന്റെ കയ്യിൽ അമ്മ പിടിക്കുന്നതിന് വ്യത്യാസമില്ലേ? അല്ലേ? അപ്പൊ അമ്മയുടെ കയ്യിൽ കുഞ്ഞ് പിടിക്കാൻ നോക്കുക, ഏതെങ്കിലും ഒരു ചെറിയ കല്ലിൽ തട്ടിയാലോ കാലം നിടറിയാലോ കുഞ്ഞ് പിടി വിട്ട് നിലത്ത് വീഴും. പക്ഷെ ഒരു അമ്മയാണ് കുഞ്ഞിനെ പിടിച്ചിരിക്കുന്നതെങ്കിലോ കല്ലിലല്ല കുഴിയിൽ വീണാലും JCB പൊക്കുന്നതൊക്കെ പൊക്കി പുറത്തോട്ട് വെച്ച് നമുക്ക് ഉണ്ടാകും, കൊണ്ടുപോയില്ലേ? കാരണം അമ്മയുടെ പിടുത്തം കുറച്ചുകൂടി ബലമാണ്. ഇതുപോലെ ഭഗവാന്റെ പിടിയിൽ നിന്ന് കുതിറി മാറാൻ പൂതനയ്ക്ക് ചില പൂതന അവിടെ മരണപ്പെട്ടു. പൂതനയെ കൊന്നു എന്നല്ല പറയുന്നത്. പിന്നെയോ ഭാഗവതം പറയുന്നത് എങ്ങനെയാ? പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു എന്നാ പറയുന്നത്. എന്താ ഈ മോക്ഷം കൊടുത്തു എന്ന് പറയാൻ കാരണം? ഇത്രയും ദുഷ്ടയായ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തത് മാതൃവിശേഷമായ ഭാവത്തിലാണ്. പൂതന പൂർവ്വജന്മത്തില് ഭഗവാനെ നോക്കി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച ആളാണ്. എന്തായിരുന്നു പ്രാർത്ഥന വെച്ചാൽ, വാമനാവതാര സമയത്ത് ഭഗവാൻ അതിസുന്ദരനായ ഒരു കൊച്ചു കുഞ്ഞിന്റെ രൂപത്തിലാണ് മഹാബലിയുടെ സ്ഥലത്തേക്ക് വരുന്നത്. ഈ സമയത്ത് സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ മഹാബലിയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരു രാക്ഷസ സ്ത്രീയാണ് ആര്? പൂതന. അസുര സ്ത്രീയാണ് പൂതന. ആ സമയത്ത് ഈ നടന്നു വരുന്ന ഭഗവാന്റെ സുന്ദര രൂപം കണ്ടിട്ട് ആ മനോഹരനായ ഭഗവാനെ ഒന്ന് മുലയൂട്ടിയായിരുന്നെങ്കിൽ എന്നൊന്ന് ആഗ്രഹിച്ചു. ഒരു മാതൃ സവിശേഷമായ ഒരു ഇഷ്ടം ആരോട് തോന്നി? ഭഗവാനോട് തോന്നി. ഭഗവാൻ പറഞ്ഞു പരിഗണിച്ചിരിക്കുന്നു. അടുത്ത കൃഷ്ണാവതാരത്തിൽ പൂതനയ്ക്ക് അല്ലേ ആ ഭഗവാനെ മുലയൂട്ടാൻ സാധിച്ചു. മുലയൂട്ടലോടൊപ്പം എന്ത് അമ്മയ്ക്ക് തുല്യമായ മോക്ഷം കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ പൂതനയുടെ അന്ത്യം കഴിഞ്ഞു. കംസൻ പോയ പൂതന തിരിച്ചു വന്നില്ല. പൂതനയെ അന്വേഷിച്ചു പോകാൻ വേണ്ടി പൂതനയുടെ സഹോദരനായ ശകടാസുരനെ യാത്രയാക്കി. ശകടാസുരൻ പറഞ്ഞു ഞാൻ പോയിക്കോളാം. രണ്ട് കാര്യമുണ്ട്, കംസനോടുള്ള പ്രീതി, തന്റെ സഹോദരിയോടുള്ള അടുപ്പം. മനസ്സിലായില്ലേ? എവിടെയാണ് പോയത് ഞാൻ കണ്ടുപിടിച്ചോളാൻ പറഞ്ഞ് പുറപ്പെട്ടു. ഇവിടെ രൂപമില്ലാത്ത ആളാണ് ആര്? ശടകാസുരൻ. ജഡത്വവാദം എന്ന് പറയും. പൂതന അജ്ഞാനമാണ്. അജ്ഞാനമായ പൂതനയാണ് ആദ്യം വധിക്കപ്പെട്ടത്. രണ്ടാമത് ജഡത്വവാദം. ഇത് ഞാനെന്ന ഭാവത്തിലുണ്ടാവുന്ന ദുർഗുണങ്ങളുടെ പ്രതീകമാണ്. ഈ ശടകാസുരൻ നേരെ ചെന്നു. പൂതന പോയ വഴിയൊക്കെ അന്വേഷിച്ചു. ആൾക്കാർ പറഞ്ഞു ഇതുവഴി പോയെന്നൊക്കെ കേട്ട് അവിടെ എത്തി. ശടകാസുരനും അമ്പാടിയിലെത്തി. അമ്പാടിയിലെത്തുമ്പോഴും അവിടെ ഭഗവാനുമായി ബന്ധപ്പെട്ട് കുഞ്ഞാദ്യമായിട്ട് കമഴ്ന്നു വീണത് ഒരു ആഘോഷമായി ആഘോഷിക്കുക. അതായത് കമഴ്ന്നു വീണാൽ കഴിയുമ്പോൾ പിന്നെ പറഞ്ഞ് കൈകുത്തി കാലുകുത്തിയൊക്കെ എഴുന്നേക്കാൻ തുടങ്ങുന്നത് വളർച്ചയുടെ ഒരു ഘട്ടമാണ്. അപ്പൊ ആ സമയത്ത് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കുറേ നേരം നൃത്തമൊക്കെ ആടിക്കളിച്ച് യശോദയ്ക്ക് തോന്നി കുഞ്ഞിന് ഉറക്കം വരുന്നു, മയങ്ങി തുടങ്ങി. ഭഗവാൻ കണ്ണുകളൊക്കെ നടച്ചു തുടങ്ങി. കാരണം എന്താ? എന്നെ തിരക്കി ഒരുത്തം വരുന്നുണ്ട്, അമ്മയുടെ കയ്യിലിരുന്നാൽ അമ്മയ്ക്കും ബുദ്ധിമുട്ട് വരും എന്നുള്ളത് കൊണ്ട് യശോദ ഈ കുഞ്ഞിനെ ഒരു വണ്ടി അവിടെ ഈ പാല് തൈരൊക്കെ കൊണ്ടുപോകുന്ന ആ പശു കാളെ കിട്ടുന്ന വണ്ടിയുടെ അവരുടെ ചക്രത്തിനടുത്ത് കൊണ്ടുപോയി കിടന്നു. ഈ ഇത് കഴിഞ്ഞ് അവർ വീണ്ടും ഈ മറ്റു കാര്യങ്ങളിലേക്ക് തിരിഞ്ഞപ്പോൾ ഈ ചക്രത്തിനുള്ളിൽ പ്രവേശിച്ച ഈ അസുരൻ അത് പതുക്കെ ഉരുട്ടി ഭഗവാന്റെ മുകളിലൂടെ കയറാൻ ശ്രമിച്ചു. ഭഗവാൻ തന്റെ കാൽപാദം കൊണ്ട് അടിച്ച് തകർത്തു. ആ വണ്ടി തകർന്നു വീണ കണ്ടപ്പോൾ യശോദ നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു. എന്താ സംഭവിച്ചത്? ഒന്ന് രണ്ട് കുട്ടികൾ കണ്ടവർ പറഞ്ഞു, കൃഷ്ണൻ ഈ കുഞ്ഞ് കാലുകൊണ്ട് അടിച്ചു കൊടുച്ചാന്ന് പറഞ്ഞു.
യശോദ പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ കുറിച്ച് അനാവശ്യമൊന്നും പറയരുത്, പിന്നെ ഇത്രയുള്ളൊരു കുഞ്ഞാണോ ഈ വണ്ടി എടുത്ത് മറിക്കുന്നത്, നിങ്ങൾ പറഞ്ഞു പറഞ്ഞ അവസാനം ഭൂതവും പ്രേതവും ഒക്കെ എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ് പരത്തി എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി കളയരുതെന്ന് പറഞ്ഞ് ആര് വഴക്കുണ്ടാക്കി? യശോദ വഴക്കുണ്ടാക്കി. അത് കഴിഞ്ഞ് യശോദ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള അമ്പലത്തിലെല്ലാം ഓടിപ്പോയി വഴിപാടൊക്കെ നടത്തി. യശോദയ്ക്ക് അറിയില്ലല്ലോ ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നവനാണ് തൻ്റെ കുഞ്ഞായിരിക്കുന്നതെന്ന് ആർക്കറിയില്ല? യശോദയ്ക്ക് അറിയില്ല. യശോദ ഈ വഴിപാടുകളൊക്കെ നടത്തി. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പോയ ശടകനെ കാണുന്നില്ല. കംസൻ അടുത്ത ആളിനെ വിളിച്ചു തൃണാവർത്തൻ. അതിശക്തനായ തൃണാവർത്തനോട് പറഞ്ഞു, അന്വേഷിക്കാൻ പറഞ്ഞു. തൃണാവർത്തൻ നേരെ അവിടുന്ന് ഒരു കാറ്റിന്റെ രൂപത്തിൽ പുറപ്പെട്ടു. ഭഗവാൻ ഈ സമയത്ത് അമ്മയുടെ മടിയിൽ കിടന്ന് പാല് കുടിക്കുകയാണ്. ആ സമയത്ത് കടന്നു വരുന്ന ഈ കാറ്റിനകത്ത് അമ്മ പെടരുത്. അതുകൊണ്ട് എന്ത് ചെയ്തു? തൻ്റെ ശരീരഭാരം ഒന്ന് കൂട്ടി. അമ്മയ്ക്ക് കൈ കടയ്ക്കുന്നതിന് തോന്നി, കുറേ നേരമായിട്ട് എടുത്ത് കൈ വെച്ചിരിക്കല്ലേ, അപ്പൊ അതുകൊണ്ട് കൈ കടയ്ക്കുന്നതാണെന്ന് വിചാരിച്ച് അവിടെ വരാന്തയിൽ കിടത്തിയിട്ട് അമ്മ മറ്റു ജോലികളിലേക്ക് പോയി. ഈ സമയം കൊണ്ട് ചുഴലിക്കാറ്റായിട്ട് വന്ന തൃണാവർത്തൻ ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പൊടിപടലങ്ങൾ പടർത്തി എല്ലാവരുടെ കാഴ്ചയും മറച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ എടുത്ത് കഴുത്തിൽ തോളെടുത്ത് വെച്ചുകൊണ്ട് മുകളിലേക്ക് പോയി. ഇതിനാണ് ഈ ഭൂതനെയും ഷടകാസുരനെയും കൊന്നത് ഈ കുട്ടിയാണെന്ന് തൃണാവർത്തൻ അവിടെ എത്തിയപ്പോൾ തിരിച്ചറിഞ്ഞു. ആൾക്കാർ പറഞ്ഞ് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ഇവനെ കംസൻ ബാക്കിയുള്ളവരൊക്കെ നിലത്ത് വെച്ചാൽ വന്നെങ്കിൽ ഇവനെ ഞാൻ ആകാശത്ത് കൊണ്ടുപോയി അവിടെ നിന്ന് താഴേക്ക് നിലത്തേക്ക് എറിഞ്ഞു കൊല്ലും എന്നുള്ള ഒരു ആഗ്രഹമാണ് ആർക്കുള്ളത്? ഈ തൃണാവർത്തൻ്റെ മനസ്സിൽ ഉള്ളത്. അപ്പോൾ ഭഗവാൻ കുറേ നേരം വരെ നോക്കി, എവിടം വരെ പോകുന്നു നോക്കട്ടെ പോയി. കുറേ കഴിഞ്ഞപ്പോൾ തൻ്റെ കാലിലുകൊണ്ട് തൃണാവർത്തൻ്റെ കഴുത്ത് ഞെരിച്ച് തൃണാവർത്തനെ പതിച്ചു. തൃണാവർത്തൻ നിലത്തേക്ക് പതിച്ചു. ഈ സമയത്ത് ഈ കുഞ്ഞ് കിടന്നെടുത്ത് ചുഴലിക്കാറ്റടിച്ച് മണ്ണും പൊടിയും കരിയിലകളും ഒക്കെ പറക്കുന്നതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാതെ കുഞ്ഞിനെ കുറിച്ച് വിളിച്ചുകൊണ്ട് ഓടിയ യശോദയും ഗോപികമാരും കാഴ്ച നഷ്ടപ്പെട്ട് ഭയത്തോടു കൂടിയ ആൾക്കാർ നോക്കുമ്പോൾ അലറിക്കൊണ്ടൊരു ഭീകരൻ മരിച്ച് അവിടെ വീണ് കിടക്കുന്നു. അവൻ്റെ നെഞ്ചത്തിരുന്നു കൊണ്ട് ആര് കളിക്കുന്നു? ഭഗവാൻ കളിക്കുന്നു. യശോദ അന്നേരം ഓടിച്ചെന്ന് കൈകൂപ്പി പ്രാർത്ഥനയൊക്കെ നടത്തി കുഞ്ഞിനെ വാരി എടുത്ത് കൊണ്ടുപോയി ആ കുഞ്ഞിനെ മഞ്ഞൾ വെള്ളമൊക്കെ കലക്കി തിരിയൊക്കെ കലക്കി കുഴിഞ്ഞ് ആരതിയൊക്കെ ഒഴിഞ്ഞ് ദൈവത്തിന് പൈസയൊക്കെ ഇട്ട് സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ തുടങ്ങി യശോദ. കുഞ്ഞിനെ വീണ്ടും രക്ഷിച്ചിരിക്കുന്നു. ഇതാണ് യശോദയുടെ മനോഭാവം. ഇവിടെ ആരാണ് തൃണാവർത്തൻ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞു ഭൂതന അജ്ഞാനമാണ്, രണ്ടാമത്തെ ജഡത്വവാദമാണ്, മൂന്നാമത്തെ ദുർഗുണം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ട ദുർഗുണം എന്ന് പറയുന്നത് കാമവാസനയാണ്. ഈ കാമവാസനയാണ് ആരായിട്ട് വരുന്നത്? തൃണാവർത്തൻ എന്ന് പറയുന്നത്. കാമവാസന എങ്ങനെയാ? അമിതമായ കാമം. കാമം എന്ന് വെച്ചാൽ അമിതമായ ആഗ്രഹങ്ങളെയാണ് കാമം എന്ന് പുരാണത്തിൽ ഉദ്ദേശിക്കുന്നത്. ആ കാമം എങ്ങനെയാണ് കടന്നു വരുന്നത്? നമ്മുടെ ജീവിതത്തിൽ പിന്നെ അങ്ങനെയുള്ള അമിതമായ ആഗ്രഹം വന്നാൽ, അത്യാഗ്രഹം വന്നാൽ പിന്നെ നമുക്ക് ഒരിടത്ത് നിൽക്കാൻ പറ്റും. നമ്മളെങ്ങനെ വട്ടം ചുറ്റിക്കുന്നില്ല, അതിട്ട് ചുറ്റിക്കോ ഇല്ലയോ? നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച മറയ്ക്കോ ഇല്ലയോ? നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയും യാഥാർത്ഥ്യത്തെയും മറച്ച് നമ്മൾ അത്യാഗ്രഹത്തിൽ പെട്ടു. ഈ അവസ്ഥയാണ്. അതിനെന്ത് ചെയ്യണം? നമ്മൾ നിഷ്കരണം പതിച്ചേക്കണം. ഈ 3 പദവും കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് യശോദയ്ക്ക് ടെൻഷനായി. കാരണം എന്താ? തനിക്ക് ഒരുപാട് കാലത്തിന് ശേഷം ഒരു കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞിങ്ങോട്ട് വന്നതിൻ്റെ തൊട്ട് പുറകിൽ പല പല അപകടങ്ങളും ദുർനിമിത്തങ്ങളും ഉണ്ടാവുന്നു. അപ്പോൾ യശോദയ്ക്ക് ആകെ ടെൻഷനായി. ഭഗവാന് മനസ്സിലായി ഇങ്ങനെ മുന്നോട്ട് പോയ യശോദയ്ക്ക് മിക്കവാറും ഹൈ BP കയറും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? യശോദ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കണം, ഒന്ന് കൂളാക്കണം. എന്നെക്കുറിച്ച് ഓർത്ത് ഇത്ര വലിയ പേടിയൊന്നും വേണ്ട എന്ന് ആരെ ബോധിപ്പിക്കണം? അമ്മയെ ഒന്ന് ബോധിപ്പിക്കണം. ഇവിടെ ദേവകിയോട് കാണിച്ച വിശ്വരൂപം യശോദയോട് ഭഗവാൻ കാണിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ വിശ്വരൂപം യശോദ കണ്ടാൽ പിന്നെ യശോദയ്ക്ക് ഒരിക്കലും മകനെ പോലെ അല്ലേ ലാളിക്കാനും സ്നേഹിക്കാനും തല്ലു കൊടുക്കാനും പറ്റുന്നില്ല. ഇവിടെ കൃഷ്ണാവതാരത്തിൽ വന്നിരിക്കുന്ന മുഴുവൻ തല്ലു വാങ്ങാനാണ്. മനസ്സിലായില്ലേ? ഇവിടെ എന്താ? രാമാവതാര കാലത്ത് ഒരിക്കൽ പോലും കൗസല്യോ ദശരഥനോ രാമനെ ഒന്നും ഉള്ളി നോവിച്ചിട്ടുമില്ല, ഒന്നും വഴക്ക് പറഞ്ഞിട്ടില്ല. കാരണം അത്ര ഡീസൻ്റ് ആയിരുന്നു രാമാവതാരത്ത്. അപ്പോൾ ഭഗവാൻ ചിന്തിച്ചു, എടാ ഒരു മകനായിട്ടൊക്കെ ചെല്ലുമ്പോൾ എപ്പോഴും ഒന്ന് സ്നേഹം കിട്ടിക്കൊടുന്ന സ്നേഹത്തിന് വല്ല വിലയുണ്ടോ? ഉണ്ടോ? അപ്പോൾ എന്തും കൂടെ വേണം. ഇടക്കിടക്ക് 2 അടിയും 2 പിച്ചും വഴക്കും ഒക്കെ അച്ഛൻ്റെ അമ്മയെന്ന് കേൾക്കണം. എന്താ കാരണം? ഈ അടിയും നുള്ളും പിച്ചും കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അച്ഛനും അമ്മയ്ക്ക് സ്നേഹം കൂടുതൽ. ഇല്ലേ? നമ്മളൊരു കുട്ടികളുടെ ജീവിതം എടുത്ത് നോക്കേ. കുരുത്തക്കേട് കാണിക്കുമ്പോൾ ആദ്യം അടിക്കുന്നത് അമ്മയാണ്. അടി കൊടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചെന്ന് ഇല്ലേ അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയും വെച്ച് അവസാനം പല മധുര പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് സോപ്പിടുന്നത് ആരായിരിക്കും? അമ്മയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ
അങ്ങനെയുള്ളതൊരു ഇഷ്ടവുമാണ്. കാരണം എന്താ, അടി കഴിഞ്ഞാൽ പിന്നെ മധുരം കിട്ടും, അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങൾ കിട്ടും. അപ്പോൾ ഭഗവാനും ആലോചിച്ചു അങ്ങനെയും കൂടി കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ സ്നേഹത്തിനൊരു വിലയില്ല. അതുകൊണ്ട് കൃഷ്ണാവതാരത്തിൽ മുഴുവൻ ഈ തല്ലിരിക്കാനുണ്ട്. അതുകൊണ്ട് വിശരീപത്തെ കാട്ടിയില്ല, പകരം ചെയ്ത് മണ്ണ് വാഴ്ത്തി. മറ്റു കുട്ടികൾ ഓടിച്ചെന്ന് പറഞ്ഞത് കൃഷ്ണൻ മണ്ണ് വാഴ്ത്തിരുന്നു. യശോദ ഓടി വന്നു, കാരണം മണ്ണ് വാരി കഴിക്കാനുള്ളതല്ലോ. യശോദ നേരെ വന്ന് വാ പിടിച്ച് തുറന്നപ്പോൾ ആ ഭഗവാന്റെ വായ്ക്കുള്ളിൽ ഈ സമസ്ത പ്രപഞ്ചത്തെ ആര് കണ്ടു? യശോദയ്ക്ക് കണ്ടു. എന്തിനാണ്? യശോദയെ ഞാൻ അത്ര നിസാരക്കാരനൊന്നും അല്ല, ഞാൻ വലിയ പുള്ളിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ എന്നെക്കുറിച്ച് ഓർത്തുള്ള പേടിയൊന്നും വേണ്ട. അത് കാണിക്കാൻ ഈ ലോകത്തിലുള്ള സർവ്വതനെയും സൂര്യനെയും ചന്ദ്രനെയും എല്ലാം ഇവിടെ കണ്ടു, വായ്ക്കുള്ളിൽ കണ്ടു. കണ്ടു കഴിഞ്ഞിട്ട് വായ അടച്ചപ്പോൾ യശോദയ്ക്ക് തോന്നിയതായി, മനസ്സിലായില്ലേ? പക്ഷെ യശോദയ്ക്ക് ഉദ്ദേശിച്ച കാര്യം, ഭഗവാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു. എന്താ? യശോദ കൂളായി, ടെൻഷനൊക്കെ മാറി. എന്നിട്ട് യശോദയ്ക്ക് തോന്നി എനിക്ക് തോന്നിയതാണ് എന്ന് പറഞ്ഞ് യശോദ പോയി. ഇത് കഴിയുമ്പോൾ തൊട്ടുപുറവിൽ നമുക്ക് കാണുന്നത് ഭഗവാന്റെ നാമകരണമാണ്. ഇവിടെ ഭഗവാൻ നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ച ഒരു നിശ്ചിത കാലത്തിനുള്ള എന്ത് ചെയ്യും? നാമം ചെയ്യും. ഇവിടെ അച്ഛനും അമ്മയും യഥാർത്ഥത്തിലുള്ള അച്ഛനും അമ്മയ്ക്ക് പേരിടാൻ സാധിക്കുമോ? സാധിക്കില്ല. കാരണം അവരെങ്ങനെങ്കിലും പേരിടാൻ വേണ്ടി ഇവിടെ വന്നാൽ കംസനത് അറിയും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അച്ഛനും അമ്മയുടെ അഭാവത്തിൽ കുഞ്ഞിന് പേരിടാൻ ഗുരുവിന് അവകാശമുണ്ട്. ഗർഗാചാര്യരെ പറഞ്ഞു വിട്ടാൽ സംശയിക്കില്ല. കാരണം ഗർഗാചാര്യർ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലെല്ലായിടത്തും ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന മഹർഷിയാണ്. അപ്പോൾ ഗർഗാചാര്യരോട് പറഞ്ഞു. അന്നാണ് ആദ്യമായിട്ട് ദേവകിയും വസുദേവരും തൻ്റെ കുഞ്ഞ് ഇന്നടുത്തുണ്ട് എന്നുള്ള രഹസ്യം മൂന്നാമതൊരാളിനോട് പറയുന്നത്. ഗർഗാചാര്യരോട് പറഞ്ഞു ഇങ്ങനെ പോകണം, അവിടെ പോയിട്ട് നന്ദഗോപുര വസതിയിലുള്ള കുഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞാണ്, ആ കുഞ്ഞിന് അങ്ങ് പേരിടണം. ഇവിടെ ഗർഗാചാര്യരെ തന്നെ പറഞ്ഞു വിടുന്നത് എന്തിനാണ്? അവിടെ ചെന്നത് നിങ്ങളുടെ കുഞ്ഞല്ല, ഇത് ദേവകിയുടെയും വസുദേവരെയും കുഞ്ഞാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ദുഃഖം ആർക്കുണ്ടാവും? നന്ദഗോപർക്ക് യശോദയ്ക്കുണ്ടാവും, മനസ്സിലായില്ലേ? ആ ദുഃഖത്തിലേക്ക് വരുന്നവരെ ആ ദുഃഖത്തിൽ നിന്ന് കരകയറ്റണമെങ്കിൽ അത് പറഞ്ഞു മനസ്സിലാക്കി അവരെ ആ ദുഃഖത്തിൽ നിന്ന് കരകയറ്റാൻ കഴിവുള്ള അറിവുള്ള ആൾ പോകണ്ടേ? വെറുതെ ഒരാൾ പോയിട്ട് കാര്യട്ടോ. അതുകൊണ്ടാണ് പരമജ്ഞാനിയായ ആചാര്യനെ തന്നെ അവിടേക്ക് അയച്ചു. അങ്ങനെ ഗർഗ മഹർഷി അവിടെ ചെന്നു, നന്ദഗോപരോട് യശോദയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അവിടെയാണ് ഗർഗാചാര്യർ പറയുന്നത്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പുത്ര സൗഭാഗ്യമില്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾക്ക് മായാദേവി മകളായി ജനിച്ച് ആ മായാദേവി ഭഗവാന്റെ കർമ്മത്തിന് വേണ്ടി പകരമെടുത്തപ്പോൾ ആ ദുഃഖത്തിലേക്ക് നിങ്ങൾ പോകാതിരിക്കാൻ ഒരു രക്ഷാകവചമായി, മനസ്സിലായില്ലേ, ദേവകിക്ക് പോലും കൊടുക്കാത്ത പരമഭാഗ്യം. മനസ്സിലായോ? ദേവകിക്ക് പോലും ആ ഭാഗ്യം കിട്ടിയിട്ട. ബാല്യകാലത്ത് ഒരിക്കൽ പോലും തൻ്റെ കുഞ്ഞിനെ ശുശ്രൂഷിക്കാനോ കളിപ്പിക്കാനോ ആ കുഞ്ഞിനെ പരിപാലിക്കാനോ ആർക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല? ദേവകിക്ക് കിട്ടിയിട്ടില്ല. കംസന്റെ വധത്തിന് ശേഷമാണ് ദേവകിയായിട്ട് പോലും കാണുന്നത്. അപ്പൊ ദേവകിക്ക് പെറ്റമ്മയ്ക്ക് പോലും കൊടുക്കാത്ത പരമഭാഗ്യം ഭഗവാൻ നിങ്ങൾക്ക് തന്നത്. അത്ര കാരുണ്യമാണ് നിങ്ങളോട് കാണിച്ചത് എന്ന് പറഞ്ഞപ്പോൾ യശോദയുടെ ദുഃഖങ്ങളൊക്കെ അകന്ന് യശോദ മനസ്സുകൊണ്ട് ആനന്ദത്തോടു കൂടി കുഞ്ഞിനെ എടുത്ത് ആരുടെ കയ്യിൽ കൊടുത്തു? ഗർഗാചാര്യരുടെ കയ്യിൽ. ആ സമയത്താണ് ആദ്യമായിട്ട് അവിടെ രോഹിണിയുടെ ഒരു കുഞ്ഞുണ്ടെന്നും ആ കുഞ്ഞ് ഇവന്റെ ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞ് ഗർഗാചാര്യർ തന്നെ പറഞ്ഞതിന് പ്രകാരം നന്ദഗോപുര് പോയി ആ കുട്ടിയെയും അമ്മയും കൂട്ടിക്കൊണ്ടുവന്നു. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ആദ്യമായിട്ട് കൃഷ്ണനും ബലരാമനും ഒന്നിച്ചു ചേരുന്നത്. അങ്ങനെ ആദ്യത്തെ കുഞ്ഞിന് ബലമുള്ളവനുകൊണ്ടതുകൊണ്ട് ബലരാമൻ എന്ന പേരിട്ടു. സംഘർഷണൻ, വായുവിന്റെ കർഷണം കൊണ്ട് ജനിച്ചത് കൊണ്ട് സംഘർഷണൻ എന്നൊരു പേരും ഇട്ടു. അത് കഴിഞ്ഞ് കൃഷ്ണന് കൃഷ്ണ എന്ന നാമം ആരാണ് ഇടുന്നത്? ഈ ഗർഗാചാര്യര് ഇട്ടു. കൃഷ്ണ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കൃഷ്ണവർണ്ണത്തോട് കൂടിയവൻ. കൃഷ്ണവർണ്ണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കറുപ്പാണ്. കറുത്ത നിറത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ നിറങ്ങളെയും ഉള്ളിലാക്കാൻ കഴിവുള്ള ലോകത്ത് ഒരേ ഒരു നിറമേ ഉള്ളൂ, അത് കറുപ്പാണ്. ബാക്കി നിങ്ങൾ ഏതൊക്കെ നിറങ്ങൾ മിക്സ് ചെയ്ത് നോക്കേ, അത് വേറൊരു നിറമാവും. കറുപ്പിനോട് ഏതെല്ലാം കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കേ, അവസാനം എന്താവും? അത് കറുപ്പ് തന്നെയാവുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു ഗുണത്തെ പ്രൊജക്ട് ചെയ്ത് പറയാനുള്ള ആളല്ല ഭഗവാൻ. കാരണം എന്താ? 64 കലകളോടും കൂടി സർവ ഗുണങ്ങളോടും കൂടി ജനിച്ചവനായതുകൊണ്ട് എല്ലാ ഗുണങ്ങളും ആരിലുണ്ട്? ഭഗവാനില് ഉണ്ട്. അപ്പൊ എല്ലാ ഗുണങ്ങളെയും ഉള്ളടക്കിയവൻ, അനന്തതയുടെ പ്രതീകം. മനസ്സിലായില്ലേ? ആദ്യാന്തമില്ലാത്ത അനന്തതയുടെ പ്രതീകമായ വർണ്ണത്തോടു കൂടി ജനിച്ചതുകൊണ്ട് കൃഷ്ണൻ എന്ന് നാമകരണം ചെയ്ത ആ ഭാഗം കൂടി പറഞ്ഞ് നമുക്ക് നാമസംഖ്യ